വചനത്തിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവമേ, ഒരു നല്ല പ്രഭാതവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ കരുണ ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങൾക്ക് ദൈവമേ കർത്താവേ സഹായം വരുന്നത് അങ്ങയിൽ നിന്നാകയാൽ ദൈവമേ, അങ്ങയുടെ തിരുമുഖം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവമേ, വിശുദ്ധന്മാർ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ചെറിയ കൂട്ടമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കരുണ ചെയ്തതിനായി നന്ദി. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അവിടങ്ങളിൽ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ, ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചല്ലോ. അനർത്ഥങ്ങളും ദൈവമേ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ലോകമെമ്പാടും അലതല്ലിയപ്പോഴും ഞങ്ങളെ സുരക്ഷിതമായി ദൈവമേ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദി. പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട് കർത്താവ്, എങ്കിലും അതിന്റെ നടുവിൽ ആശ്വസിപ്പിക്കുന്നവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, ഞങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ശക്തീകരിക്കണമേ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. പുത്രനിലൂടെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പുത്രന്റെ നാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കുവാൻ കൃപ ചെയ്യണമേ. ജോയിൻ ചെയ്ത എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുവാനുള്ളവർക്കായിട്ട് സ്തോത്രം. തിരുകൃപ കൊണ്ട് മറയ്ക്കും ദൈവം പ്രവൃത്തി വെളിപ്പെടുത്തും. തിരുനാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കുന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. നമുക്കറിയാവുന്ന ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ വിശുദ്ധ ദിനത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തോട് ഒരുമിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും കർത്താവ് നമുക്ക് വലിയ സാവകാശങ്ങൾ ഒരുക്കിയല്ലോ. ഇന്ന് പകൽക്കാലം നമ്മൾ സമർപ്പണമായ ഗാനങ്ങൾ പാടുന്നതിന് മുന്നമേ ഒരു വാക്യം, ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അതിനകത്തെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ ചില വാക്കുകൾ വായിക്കുവാൻ വേണ്ടി ഞാനിങ്ങനെ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നാമനിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ആ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതിനെക്കുറിച്ച് വായിച്ചപ്പം എൻ്റെ മനസ്സിൽ ദൈവം തന്ന വലിയൊരു സന്തോഷവും ഒരു ബലവുമായിരുന്നു. കാരണം ലോകത്തിലെ ഒരു സാഹചര്യത്തിനും നമുക്ക് ആ സാഹചര്യങ്ങളെ മാറ്റുവാൻ വേണ്ടി സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതൊരിക്കലും ഞാനും നമ്മളും എല്ലാവരും ക്രിസ്തുയേശുവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഒരിക്കലും നമ്മളെ വേർപിരിക്കുവാൻ കഴിയാതെ വണ്ണം, വേർപിരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒരു സാമൂഹികമായ കാര്യങ്ങളോ ഈ ലോകത്തിൽ ഇല്ല എന്നാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്. അതായത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഒരു സമർപ്പണ ഗാനം നമുക്ക് ഒരുമിച്ച് ആ ദൈവസന്നിധിയിൽ പാടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് മതിയാകുന്നില്ല ഈ സ്നേഹം എന്നുള്ള ഗാനം പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. മതിയാകുന്നില്ലേ ഈ സ്നേഹം,
കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം,
കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് പോലെ മതിയാകുന്നില്ലേ ഈ സ്നേഹം, ദൈവത്തിന് സ്തോത്രം. കൊതി തീരുന്നില്ലേ, ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹം, ദൈവത്തിന് സ്തോത്രം. പിരിയാനാകരുതേ ഈ ബന്ധം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ദൈവത്തിന് സ്തോത്രം തന്റെ ജീവനെ കളഞ്ഞ് ദൈവത്തിന് സ്തോത്രം നമ്മളെ സ്നേഹിച്ച ആ ഒരു നല്ല കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ യേശുവിനോട് എത്രമാത്രം സ്നേഹമുണ്ട്. സ്നേഹത്തിന് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അതോ യേശുവിന്റെ നാമത്തിലുള്ള പ്രവൃത്തികൾ മാത്രമാണോ ഞാൻ ചെയ്യുന്നത്? അതല്ല, എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ആ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ മറിയ പാദപീഠത്തെങ്കിൽ ഇരുന്നത് പോലെ അവള് കരഞ്ഞ് ദൈവത്തിന് സ്തോത്രം അവളുടെ കണ്ണുനീരുകൊണ്ട് കർത്താവിന്റെ പാദം കഴുകിയതുപോലെ, അവളുടെ തലമുടി കൊണ്ട് അവൾ കർത്താവിന്റെ പാദം തുടച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്തിരുന്നു കൊണ്ട്, നിങ്ങളായിരിക്കുന്ന ആ റൂമിനകത്തിരുന്നു കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? ഹാലൊരു ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒന്നേകാഗ്രമാക്കി, അപ്പാ എവിടെയൊക്കെയോ തെറ്റിപ്പോയിട്ടുണ്ട്, എവിടെയൊക്കെയോ മാറി നടന്നിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയോ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ആവസിച്ചിറങ്ങുവാൻ, ഇന്ന് പ്രഭാതവും ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി മാറുവാൻ കർത്താവിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഒരുമിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ഹല്ലേലൂയ നിങ്ങളെ കാത്തു പരിപാലിച്ചവനാകുന്ന ദൈവം, നിങ്ങളുടെ ഓരോ കാലടികളും തെറ്റിപ്പോകാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചവനാകുന്ന ദൈവം, അനർത്ഥം നിങ്ങളുടെ കൂടാരത്തിന് ചുറ്റുമുണ്ടായിരുന്നെങ്കിലും അതിനെ ഏൽപ്പിച്ചു കൊടുക്കാത്തവനാകുന്ന ദൈവം, പാപം നിങ്ങളുടെ പടിവാതിക്കൽ കടന്നപ്പോഴും അതിന്റെ ശക്തിയെ ഹല്ലേലൂയ 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 നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം കൃപ നൽകിയവനാകുന്ന ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് താഴ്ത്താം.
കർത്താവെ, സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും തിരുസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ഡാനിയേലെങ്കിലും അതിനുശേഷം പ്രിയ ശാന്തിനിയും ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ഉയർപ്പിൻ ദിവസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, പ്രകാരം ഞങ്ങൾ സൂമിൽ കൂടി ഒരുമിച്ച് കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി കരയേറ്റുവാൻ ഒരു അവസരം കൂടി തന്നതിനായി നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞു പോയ ഹല്ലേലൂയ ദിവസങ്ങളെ, ഹല്ലേലൂയ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങേ ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും മതിയാകില്ല കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ, നീ എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചുവല്ലോ. ഇപ്പോൾ കാലം ഹല്ലേലൂയ ഞങ്ങളെ വിടുവിച്ചതും ഞങ്ങളെ സഹായിച്ചതുമായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് കർത്താവേ ഇപ്പോൾ കാലം നന്ദി കരയേറ്റുന്ന പച്ച. അതിനുപരിയായി കർത്താവേ സ്തോത്രം, ഒരു നന്മയും ഞങ്ങളിൽ വസിക്കാതിരുന്നപ്പോൾ കർത്താവേ സ്തോത്രം, കുരിശിന്റെ ഹല്ലേലൂയ ശത്രുക്കളായി ജീവിച്ചപ്പോൾ ഞങ്ങളെ ഹല്ലേലൂയ പാപത്തിനും ഹല്ലേലൂയ അതിക്രമങ്ങളാൽ മരിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ജീവൻ തരുവാൻ അങ്ങയുടെ രക്തം, ഞങ്ങൾ ജീവനാകിയ രക്തം ഞങ്ങൾക്ക് തന്നു കർത്താവേ. ഹല്ലേലൂയ. ഉയർപ്പിച്ചതിനായി നന്ദി കരയേറ്റുന്ന കർത്താവേ, ഈ പൽക്കാലം ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം വായിക്കുന്നത് പോലെ ഹല്ലേലൂയ പാളയത്തിൽ ഹല്ലേലൂയ അശുദ്ധം ഹല്ലേലൂയ ജീവിക്കുമ്പോൾ അശുദ്ധമായത് പറ്റുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്ന ജലം കൊണ്ട് ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഈ വൽക്കാലം കർത്താവേ സ്തോത്രം, അങ്ങയുടെ പുണ്യ രക്തത്താലെ ഞങ്ങളെ എല്ലാവരെയും നീ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്ക വേണം കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാവം പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്തോത്രം. അങ്ങേ ഈ പൽക്കാലം അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ നീ സഹായിക്ക വേണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കുമെന്ന് വായിക്കുന്നത് പോലെ ഈ പൽക്കാലം ഞങ്ങളെ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തുള്ള കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നന്മയായ പ്രവൃത്തികളെ കൊണ്ട് അല്ലല്ലോ കർത്താവേ, കൃപയാൽ ഞങ്ങൾ ഹല്ലേലൂയ വിശ്വാസമുള്ള രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ ഒന്നും കാരണമല്ല. ഹല്ലേലൂയ. ഈ പൽക്കാലം ആ സ്നേഹത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്ന കർത്താവേ, അങ്ങേ പാടി മഹത്വപ്പെടുത്തട്ടെ കർത്താവേ. ഉള്ളത്തിനാഴത്തിൽ നിന്ന് കർത്താവേ അങ്ങേ നന്ദി കരയേറ്റുവാൻ കർത്താവേ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്ക വേണം നാഥാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ദാസനെ ഹല്ലേലൂയ ഈ പൽക്കാലം നല്ല ബലപ്പെടുത്ത വേണം. നല്ല സംഗീതം തരണം, നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിക്ക വേണം. ദാസനെ ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ സംസാരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്ത വേണം. ഹല്ലേലൂയ. സഹോദര സഹോദരിമാരെ എല്ലാവരും കർത്താവ് പൽക്കാലം ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന പൽക്കാലമായി തീർക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടികളെ മൊത്തമായി സമർപ്പിക്കുന്ന പച്ച എല്ലാ മഹത്വമാ ഹല്ലേലൂയ ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയാകട്ടെ കർത്താവേ. എല്ലാ മഹത്വം അനങ്ങി കർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ശാന്തിനെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. കടന്നു വരുന്ന അപ്പ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. ഇന്ത്യയോളം അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി കർത്താവ്. ഇതുവരെ ഞങ്ങൾ നടത്തി വന്നതിന് സ്തോത്രം കർത്താവ്. ദൈവസ്തോത്രം. തൽക്കാലം കർത്താവ് ഞങ്ങളുടെ ആരാധന അനുഗ്രഹിക്കുകയാണ് പിതാവേ. കർത്താവ് ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ കാര്യങ്ങൾ തരുന്നു പിതാവേ. എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളോട് എല്ലാവരോടും കർത്താവ് വചനത്തെ കൂടി സംസാരിക്കണം പിതാവേ. കർത്താവ് ദൈവം ആരെങ്കിലും പ്രയാസങ്ങളെ ഭാരപ്പെടുന്നുവെങ്കിൽ പൂർണ്ണമായും അവരെല്ലാവരും ആശ്വസിപ്പിക്കണം പിതാവേ. ഇന്നത്തെ വചനം ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങളുടെ കർത്താവ് പൂർണ്ണമായി ദൈവം എല്ലാവരും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരും കാത്തുകൊള്ളണമേ കർത്താവ്. ദൈവം കൂടുതലായ ദൈവം ആത്മീയത വളരുവാൻ ഞങ്ങളെ സഹായിക്കണം പിതാവേ. കർത്താവ് വചനം സംസാരിക്കുന്ന ദൈവദാസൻ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവം സ്തോത്രം കർത്താവ്. ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട വചനം ദൈവത്തെ ദാസന് കൊടുക്കണം പിതാവേ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വചനം ദൈവം തരണം പിതാവേ. കർത്താവ് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവ്. പൂർണ്ണമായും കർത്താവെ ആത്മീയത വളർന്നു പോയി ഞങ്ങൾ എല്ലാവരും സഹായിക്കണം പിതാവേ. ഇന്നത്തെ ആരാധന അങ്ങ് അനുഗ്രഹിക്കണം പിതാവ്. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു സങ്കീർത്തന ഭാഗം വായിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. സാംസ് 19. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങൾ 90. സാംസ് 90, 90-ാം സങ്കീർത്തനം നമുക്ക് വായിപ്പാം. ദൈവത്തിന്റെ സ്തോത്രം. അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് തിരുസന്നിധിയിൽ വായിപ്പാൻ ഇടയായി തീരട്ടെ. 90-ാം സങ്കീർത്തനം, സാംസ് 19. ദൈവത്തിന് സ്തോത്രം. സാംസ് 90. സാംസ് 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയും ശാശ്വതവുമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അടുത്ത 2 വാക്യങ്ങൾ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. 16, 17 വാക്യങ്ങൾ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തിന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാല് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. വിശേഷാല് കാസർഗോഡ് നിന്നും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാന്യ സഹോദരൻ ഷാജി ബദറിനെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടായ്മ ദൈവദാസനും ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയം ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 90-ാം സങ്കീർത്തനം സാധാരണഗതിയിൽ ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ ഇത് പാടുന്നത് മരണഭവനങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു മരണ സങ്കീർത്തനമായിട്ട് നമ്മൾ അതിനെ മാറ്റി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുന്നു, ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണിത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതായത് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൻ്റെതാകുന്ന സകല മഹത്വവും കണ്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് പോലും സ്വപ്നം കാണുവാൻ കഴിയത്തില്ലാതെ വണ്ണം അത്ര പ്രബലമാകുന്ന രാഷ്ട്രമായിരുന്ന മിസ്രൈം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈജിപ്തിന്റെ ദൈവത്തിന് സ്തോത്രം രാജകുമാരനായി വളർത്തപ്പെട്ടവനാണ് മോശ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ തന്റെ 40 വർഷക്കാലത്തെ ജീവിതം ഹല്ലേലൂയ ദൈവം തന്നെ പലതും പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന് സ്തോത്രം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവനാണ് മോശ എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട ദൈവത്തിന് സ്തോത്രം അതേ അളവിൽ മോശയ്ക്കും ഒരു നാൾ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നത്തേതിൽ മോശയെ ദൈവം തന്റെ ദൗത്യമേൽപ്പിക്കുകയും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ജനങ്ങളെ അവർ നടന്നു പോകാത്ത പാതകളിലൂടെ നടത്തി
ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അഭിഷിക്തനാകുന്ന മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശ പറയുന്നത് ഇതാണ്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മോശ പറയുന്ന എ പ്രയർ ഓഫ് മോസസ് ദ മാൻ ഓഫ് ഗോഡ്, ലോർഡ് യു ഹാവ് ബീൻ അവർ റെഫ്യൂജ് ത്രൂ ഔട്ട് ഓൾ ജനറേഷൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, ലോർഡ് യു ഹാവ് ബീൻ അവർ റെഫ്യൂജ് ത്രൂ ഔട്ട് ഓൾ ജനറേഷൻ. ഇത് എന്തുകൊണ്ടാണ് മോശ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് ദൈവം വെളിപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് അബ്രഹാമിന്റെ ദൈവമായ, ഇസഹാക്കിന്റെ ദൈവമായ, യാക്കോബിന്റെ ദൈവമായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ മോശയുടെ ദൈവമായിരിക്കാൻ മോശ പറയുക, ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാകുന്നു. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിന്നിൽ ഒരു നേരുണ്ടോ, നിന്നിൽ ഒരു നന്മയുണ്ടോ, നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവനാണോ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണോ, നിന്റെ തലമുറകളുടെ ദൈവമാകുവാൻ അവൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ദാവീദേ, നീ എന്റെ ചട്ടം പ്രമാണിച്ചു നടന്നാൽ, ഞാൻ പറയുന്ന കൽപ്പനകളെ നീ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ ഞാൻ എന്റെ ദൈവത്തെ സേവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത ഒരു തലമുറയെ ദൈവം ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ തലമുറയെ സൂക്ഷിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സങ്കേതമായിരിക്കുന്ന ഒരു വലിയവനാകുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഈ ദൈവത്തിന്റെ പ്രത്യേകത 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, പർവ്വതങ്ങൾ ഉണ്ടായതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ അങ്ങ് അനാദിയും ശാശ്വതവുമായ ദൈവമായിരുന്നു. ബിഫോർ ദ മൗണ്ടൻസ് വെർ ഫോം ആൻഡ് യു ഫോം ദ എർത്ത് ആൻഡ് ദ വേൾഡ്, ഫോർ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് യു ആർ ഗോഡ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരനാകുന്ന മോശ പറയുക, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ. ഹല്ലേലൂയ. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഭൂമിയുടെ സൃഷ്ടിപ്പിനകത്ത് ഏറ്റവും ആദ്യമേ സൃഷ്ടിക്കപ്പെട്ടത് പർവ്വതങ്ങളാണ്, ദൈവത്തിന്റെ സ്തോത്രം, അല്ലെങ്കിൽ കുന്നുകളാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ പറയാം, ബിഫോർ ദ മൗണ്ടൻസ് വെർ ഫോം ആൻഡ് യു ഫോം ദ എർത്ത് ആൻഡ് ദ വേൾഡ്, ഫോർ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് യു ആർ ഗോഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെ, ഉണ്ടാകുന്നതിന് മുമ്പേ നീ ഞങ്ങളുടെ ദൈവമായിരുന്നു. എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം, ആരാലൊക്കെ നീ തള്ളപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും, ആരും നിന്നെ ഗൗനിച്ചില്ലെന്ന് പറഞ്ഞാലും, ഭൂലോകത്തിന് മുമ്പേ നിന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ, ആ ദൈവത്തിന്റെ കുഞ്ഞേ നീ ഇന്ന് പകലായിരിക്കുന്നത്. കണ്ടവർ കണ്ടില്ലെന്ന്, ദൈവത്തിന്റെ സ്തോത്രം, സ്നേഹിച്ചവർ മാറിപ്പോകുമ്പോഴും ഹല്ലേലൂയ, പർവ്വതങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനായിട്ട് നമുക്ക് ഇന്ന് പകല് സ്തോത്രം ചെയ്യാം. വീണ്ടും പറയുന്നു, നീ അനാദിയും ശാശ്വതവുമായ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ പ്രത്യേകത എന്താ? 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ ദയവായി. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. You turn man to dust and you say, return your descendants of mankind. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത ഇതാ, ദൈവത്തിന്റെ മക്കളെ, 90 മിനിറ്റ് ഒരു ഫുട്ബോൾ മത്സരത്തിൽ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ചിലപ്പോൾ 11 പേരോ 12 പേരോ ആണ് കളിക്കണമെങ്കിൽ, എനിക്കറിയത്തില്ല എത്രയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അതിനെ കഴിഞ്ഞ് കൂടുതൽ ആൾക്കാർ റിസർവ് ബെഞ്ചിൽ കാണും. ദൈവത്തിന്റെ സ്തോത്രം. ആ കളിക്കുന്നയാൾക്ക് ഒരു ക്ഷീണം തോന്നിയാൽ, ആ കളിക്കുന്ന ഒരാളുടെ കളി പോരാതെ എന്ന് തോന്നിയാൽ, അയാളെ തിരിച്ചു വിളിക്കുകയും മറ്റൊരാളെ അങ്ങോട്ട് കയറ്റി വിടുകയും ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഓർക്കണം, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സ്ഥിരമല്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചതാ. എന്റെ നാഥൻ എപ്പം വിളിക്കുന്നുവോ, എന്റെ കർത്താവ് എപ്പം, അല്ലെങ്കിൽ പറയുക, രാജേഷേ നീ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, മകനെ നിന്റെ വേല പൂർത്തീകരിച്ചിരിക്കുന്നു, നീ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, നാം ഓരോരുത്തരും മടങ്ങി പോകേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളെ ഇന്ന് ഭരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. കാര്യം, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഉള്ളവരാണെങ്കിലും ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ലെന്നും, ആലേല് നമ്മൾ മടങ്ങി പോകേണ്ടവരാണ്. നമുക്കൊരു ആലേല് നിത്യമാകുന്ന ഭവനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ആ ദൈവത്തിന് എന്തിന്റെ വലിപ്പം അറിയുവാൻ വേണ്ടി പറയുന്നു. 4-ാമത്തെ വാക്യം.
1000 സംവത്സരം അവിടുത്തെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമാകുന്നു. For 1000 years in your sight are as yesterday when it is past and as watch in the night. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ 1000 വർഷം അവിടുത്തെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവത്തിന്റെ വലിപ്പമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 1000 സംവത്സരം 1000 വർഷമൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. കാര്യം അനന്ത നിത്യത മുതൽ ദൈവത്തിന്റെ സ്തോത്രം അനാദി നിത്യത വരെ നിലനിൽക്കുന്നവനാകുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ സമയത്തിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ മോശ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ, നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുവാൻ ഹല്ലേലൂയ ചില ദുർഘടം പിടിച്ച സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ ദിവസം അങ്ങ് നീങ്ങാത്തത്, സമയങ്ങൾ അങ്ങനെ നീങ്ങാത്തത്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വലിപ്പം പറയുന്നു 1000 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദൈവത്തിന് ഒരു സെക്കൻഡ് പോലെയും ഒരു ദിവസം പോലെയൊക്കെ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് താഴോട്ട് വരുമ്പോൾ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൈവത്തിന് സ്തോത്രം ആ ഒരു അന്തരമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് 1000 സംവത്സരം അല്ലെങ്കിൽ 1000 വർഷം ഒരു ദിവസം പോലെ തോന്നുമ്പോൾ മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുന്നു 5-ാമത്തെ വാക്യം. അവിടുന്ന് മനുഷ്യരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. ആമേൻ. ഹല്ലേലൂയ. You see them away as with a flood and they sleep. In the morning they were like the grass that sprouts up. ദൈവത്തിന്റെ സ്തോത്രം. അതായത് ദൈവത്തിന്റെ മക്കളെ ഒരു പുല്ല് മുളച്ചു വരുന്നു. എത്ര സമയം അത് കാണും അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതായത് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ സ്വീപ്പ് ചെയ്ത് പോകുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പൊടി കിടക്കുന്നിടത്തോട് നാം ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പൊടി പിന്നത്തേതിൽ അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ക്ഷണീകതയാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വലിപ്പം ഹല്ലേലൂയ പ്രാർത്ഥനയിലൂടെ മോശ പങ്കുവെക്കുമ്പോൾ ഇവിടെ മനുഷ്യന്റെ ക്ഷണീകതകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇനിയും 8-ാമത്തെ വാക്യം, വേഴ്സ് 8. അങ്ങനെ ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. You have set our iniquities before you, our hidden sins in the light of your presence. ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പുറമേ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് നാം കൊണ്ടു നടക്കുന്ന ഈ പാപങ്ങളെല്ലാം എവിടെ കിടപ്പുണ്ട്? ദൈവത്തിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയല്ലേ, കർത്താവേ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവത്തിന് ഞാൻ നദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും മനുഷ്യന്റെ മുമ്പിൽ നീതിമാന്മാരാ. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ ഒരു വീഴ്ച നമ്മൾ അല്ലെങ്കിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മക്കളെ വഴിയിൽ തർക്കിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ തണലിൽ എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്നതും കാണുന്നവനാകുന്ന ഒരു വലിയ ദൈവമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ പരസ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ കാണുമ്പോൾ എന്റെ രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ചിന്തനങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്റെ ഹൃദയവും കൂടെ ഒന്ന് ശുദ്ധീകരിക്കത്തക്ക നിലവാരത്തിൽ, അതല്ല എങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത ഏതെങ്കിലും കുറവശങ്ങൾ അല്ലെങ്കിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരുസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അതിന്റെ 10-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, വേഴ്സ് 10. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ആമേൻ. Our years are 70 or even 80 if we are healthy. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. Our years are 70 or even 80 if we are healthy. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലത്തെ കാര്യം പറയുന്നു. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ദൈവത്തിന് സ്തോത്രം എന്ന് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു എന്താ പറയുന്നത്, അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 70 വർഷം തന്നെ തികയ്ക്കുമോ എന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 80 പോയാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബട്ട് ഈവൻ അവർ ബെസ്റ്റ് ഇയേഴ്സ് ആർ മാർക്ക്ഡ് ബൈ ട്രബിൾ ആൻഡ് സോറോ. യെസ്, ദേ പാസ് ക്വിക്ക്ലി ആൻഡ് വി ഫ്ലൈ അവേ. വീണ്ടും ഇവിടെ പറയുന്നു, നമ്മൾ പറന്നു പോകും ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മോശ താഴോട്ട് വരുമ്പോൾ മോശ എന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ പറയുവാൻ കഴിയുന്നു. 12-ാമത്തെ വാക്യം.
ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എഴുതുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, so teach us to consider our life so that we might live wisely. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ 70-80 വയസ്സേ പറയുന്നുള്ളൂ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു that we might live wisely എന്ന് പറഞ്ഞാൽ ബുദ്ധിയോടെ ജീവിക്കാൻ, ജ്ഞാനത്തോടെ ജീവിക്കാൻ. അപ്പൊ എന്തുകൊണ്ട് ആ നാളുകൾ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന് മോശ പറയുന്നത്? ദൈവത്തിന്റെ മക്കളെ, മിസ്രൈമിൽ അന്ന് വരെ ഉണ്ടാക്കപ്പെടാത്തത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം ലോകത്തിലെ മറ്റൊരു രാജ്യങ്ങളിലും ഇല്ലാത്തതെന്ന് പറയത്തക്ക നിലവാരത്തിൽ അനേക പിരമിഡുകൾ പണിതവനായിരിക്കണം മോശ. ദൈവത്തിന്റെ സ്തോത്രം. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജികൾ യൂസ് ചെയ്തവനായിരിക്കണം മോശ. അന്നത്തെ യുദ്ധ സാഹചര്യങ്ങളെല്ലാം നന്നായി പഠിച്ചവനായിരിക്കണം മോശ. എന്നാൽ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ സ്തോത്രം അല്ലെങ്കിൽ ചില വസ്തുവകകൾ മതി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, മനുഷ്യന്റെ ആയസ് എണ്ണുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്റെ ആയസിന്റെ വലിപ്പം, നിങ്ങളുടെ ആയസിന്റെ വലിപ്പം നമുക്കറിയത്തില്ല ദൈവത്തിന്റെ മക്കളെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. എന്തിനാ നാളുകൾ എണ്ണുന്നേ? ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ നാളുകൾ എണ്ണുന്നത് എന്തിനാ? കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി, അതായത് ഞാൻ പിന്നിട്ട നാളുകൾ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകേണ്ട രാജ്യത്ത് ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ദൈവത്തിന്റെ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടില്ല എങ്കിൽ ഞാൻ കടന്നു പോകേണ്ട ഭവനത്തിനകത്തേക്ക് ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, വരുന്ന നാളുകൾ എണ്ണിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഈ 70-80 എന്റെ ഇതുവരെയുള്ള വയസ്സിനെ കുറച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ എത്ര വർഷവും കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് എന്തോ ചെയ്യണം? ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അതിന്റെ 15-ാമത്തെ വാക്യം, 14 വേഴ്സ് 14. കാലത്ത് തന്നെ ഞങ്ങളെ അവിടുത്തെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. സാറ്റിസ്ഫൈ us in the morning with your covenant faithfulness. ഇവിടെ ദയ എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവമേ, ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് സ്തോത്രം എന്തോ ചെയ്യണം? രാവിലെ തന്നെ ഞങ്ങളെ ഒന്ന് തൃപ്തി വരുത്തണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വാഹനത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാ. നമ്മളൊരു പുതിയ വാഹനം മേടിച്ചെന്നിരിക്കട്ടെ, ദൈവത്തിന്റെ സ്തോത്രം, ഒരു 2 കൊല്ലം നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനോട് വലിയ തൃപ്തി കാണത്തില്ല. നമ്മൾ വേറൊരു വണ്ടിക്ക് വേണ്ടി ആഗ്രഹിക്കും. നമുക്കൊരു ഭവനം ഇല്ലാത്തവരാണോ, നമ്മളൊരു ഭവനം വെച്ച് കഴിയുമ്പോൾ പിന്നത്തേതിൽ നമുക്ക് അതിനോടൊരു തൃപ്തി കാണത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലുള്ളത് എല്ലാം ദൈവത്തിന് സ്തോത്രം അതൃപ്തി തരുന്നതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മളെ തൃപ്തിയിലേക്ക് നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, സാറ്റിസ്ഫൈ us in the morning with your covenant faithfulness. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ദൈവം നമ്മൾക്കകത്തൊരു വിശ്വസ്തത ദൈവം കൽപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാ, ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുമെന്നോ നമ്മൾ വലിയ ഇന്റർനാഷണൽ ലെവൽ ആവുമെന്നോ ഒന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ ഹൃദയത്തിനകത്തൊരു സന്തോഷം വരും. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തിട്ട് പോയപ്പോൾ മറ്റൊന്നും കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവരോട് അബ്രഹാമിനെ ഒക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ഇസഹാക്കിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, 100 പേര് ഞാൻ നിനക്ക് തരാം. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം. എന്നാൽ ശിഷ്യന്മാരോട് ഇതൊന്നും പറഞ്ഞില്ല. ശിഷ്യന്മാരോട് പറഞ്ഞത് ഇതാ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഇന്നത്തെ കാലം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷെ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് യഥാർത്ഥ സമാധാനമുണ്ടോ? ദൈവത്തിന്റെ പൈതലിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നീ ആശ്രയിക്കുന്ന ഒന്നിലും നിനക്ക് സമാധാനം കിട്ടത്തില്ല. എന്നാൽ സമാധാനത്തിന്റെ പ്രഭുവാകുന്ന നമ്മുടെ ദൈവത്തിലേക്ക് നീ വീണ്ടും വാ. ദൈവത്തിലേക്ക് നീ ആശ്രയിക്ക്, ദൈവത്തിലേക്ക് നീ സമർപ്പിക്ക്. അവന്റെ സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് വാഴുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്, ആ സമാധാനം നിന്റെ മേൽ വാഴുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും താഴോട്ട് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിന്റെ 17-ാമത്തെ വാക്യം, വേഴ്സ് 17. 17-ാം വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാക്കി തരണമേ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാക്കി തരണമേ. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് ഒരുവന്റെ വഴികളിൽ പ്രസാദമുണ്ടായാൽ അവന്റെ കൈ കൊണ്ട് ചെയ്യുന്നത് എന്തോ ചെയ്യും? സാധ്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ കുഞ്ഞോ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന വഴികളിലൂടെ നടക്കുന്നോ? ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പണ്ട് മെസ്സേജ് എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യമാ. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ ഈ ദേശത്തെ ദൈവത്തിന്റെ സ്തോത്രം വിതയ്ക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് 100 മേനി കൊയ്തു തരും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഞാൻ അന്ന് പറഞ്ഞ ഒരു പദം ഇതാ, ഇതിനു മുമ്പും ഇസഹാക്കിന് മുമ്പും മറ്റു പലരും ആ ദേശത്ത് വിതച്ചിട്ടുണ്ടായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇസഹാക്കിന് പ്രത്യേകത ഒന്നും ദൈവം കൊടുത്തില്ല. മറ്റുള്ളവർ വിതച്ച അതേ മണ്ണിനകത്ത്, മറ്റുള്ളവർ വിതച്ച അതേ വെള്ളം കൊണ്ട്, മറ്റുള്ളവർക്ക് കൊടുത്ത അതേ സൂര്യപ്രകാശം കൊണ്ട്, മറ്റുള്ളവർ ഉപയോഗിച്ച അതേ കാറ്റുകൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവം അവന് 100 മേനി കൊയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും ദൈവപ്രസാദ പ്രകാരം ജീവിക്കേണ്ടതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. നീ ഒരു വഴിക്കിറങ്ങി പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടണോ? ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കണം. നീ ഒരു പ്രവൃത്തി ചെയ്യുന്നോ, അത് അനുഗ്രഹിക്കപ്പെടണമോ? ദൈവത്തിന്റെ വഴിയിലൂടെ തന്നെ നീ സഞ്ചരിക്കണം. അതുകൊണ്ട് ദൈവമേ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് ലഭിച്ചില്ല, ഞാൻ ഇത്രത്തോളം ഉപവസിച്ചു, എനിക്കത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പിന്മാറി പോകുവാനല്ല. പകരം കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഞാൻ തിരുസന്നിധിയിൽ നിന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയുക, നിന്റെ കൈകളുടെ പ്രവൃത്തികളെ അവൻ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാ. ഇന്നലെ വരെയുള്ള നിന്റെ പരാജയങ്ങളെ അവൻ വിജയമാക്കി തരുന്ന ദൈവമാ. എന്താണ് അതിനുള്ള മാർഗം? ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. പ്രഭാതത്തിൽ ഒന്ന് ഏൽപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ തിരുസന്നിധിയിൽ അടച്ചാണ്, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്റെ കൈകളുടെ പ്രവൃത്തികൾ പലയിടത്തും പരാജയങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവമേ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവമേ, തിരുഹൃദ പ്രകാരം നടക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ദൈവത്തിന്റെ പ്രസാദം വരുമാറ് ദൈവസന്നിധിയിൽ നടക്കുവാൻ ഞാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവേ, എന്റെ കൈകളുടെ പ്രവൃത്തികളെ നീ ഒന്ന് സാധ്യമാക്കി തരണമേ. ഇന്ന് നീ ആയിരിക്കുന്ന ഭവനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചിട്ട് പറ, കർത്താവ്, ഇത് പൂർത്തീകരിപ്പാൻ ഇന്ന് വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇന്ന് പകല് ഞാൻ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു പറയുക, എന്റെ കർത്താവ്, നിന്റെ ഹിതപ്രകാരം നടക്കുവാൻ എന്റെ ഉള്ളം കൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു. എന്റെ കൈകളുടെ പ്രവർത്തികളെ ഒന്ന് സാധ്യമാക്കി തരണം. നീ ചെയ്യുന്ന ജോലി മേഖലകൾക്കകത്ത് നീ ഒരു പരാജയമെങ്കിൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, കർത്താവ്, നിന്റെ തിരുഹിത പ്രകാരം ഞാൻ ഇതുവഴി നടക്കുവാനായിട്ട് താല്പര്യപ്പെടുക. എന്റെ കൈകളുടെ പ്രവർത്തികളെ നീ എനിക്കൊന്ന് സാധ്യമാക്കി തരണമേ. നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്നുവരെയും ചില മറുപടികൾ ലഭിക്കാതെ നിന്ദിക്കപ്പെട്ടവളായി നീ നിന്റെ ഭവനത്തിനകത്തായിരിക്കുന്നെങ്കിൽ, നിന്റെ തലകളെ ഉയർത്തുവാൻ കഴിയത്തില്ലാതെ വണ്ണം അപമാനിക്കപ്പെട്ടവളായി നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകരം ഏൽപ്പിച്ചിട്ട് പറ, കർത്താവേ, ദൈവം പറഞ്ഞ കൽപ്പനകളെ പ്രമാണിപ്പാൻ ഞാനൊന്ന് ഏൽപ്പിച്ചു തരിക. എന്റെ കൈകളുടെ പ്രവർത്തികളെ ഒന്ന് സാധ്യമാക്കി തരണം. ഇതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. ഇത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ ഒന്ന് സാധ്യമാക്കി തരണം. ഞങ്ങളുടെ ആയുസ് കുറവാ കർത്താവേ. ഞങ്ങളുടെ നാളുകൾ ഒരുപാട് കഴിഞ്ഞു പോയി. എന്നാൽ മുൻപോട്ടുള്ള നാളുകൾക്കകത്ത് ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവേ നീ ഒന്ന് സാധ്യമാക്കി തരണം. പ്രഭാതത്തിൽ എല്ലാവരും തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട സങ്കീർത്തനത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ തോമസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന കർത്താവെ, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലം നിർമ്മിച്ചതിനു മുമ്പേ കർത്താവെ, ശാശ്വതമായ ദൈവകരങ്ങളെ കടികളെ കുടുംബമായ വ്യക്തികളായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൈവം ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവാനും കർത്താവ് എന്തെങ്കിലും അന്വേഷിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൈവമേ, ഹല്ലേലൂയ. അതാത് ഭവനങ്ങളായിരിക്കുന്നിടമെല്ലാം ദൈവത്തിന്റെ കർത്താവെ വചനം കർത്താവ് വിടുതലായി വ്യാപരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. വചനം കർത്താവെ കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും മാത്രമാകാതെ അതിനെ ആചരിപ്പാൻ ദൈവം കൃപ നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച്
കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതുപോലെ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് മുഖാന്തരം അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ മഹത്വം എടുക്കുമെന്ന് പറഞ്ഞത് പ്രകാരം കർത്താവെ ഞങ്ങൾ കർത്താവെ വചനങ്ങൾ കേൾക്കുന്നവരും അറിൽ പറയുന്നവരും മാത്രമായി തീരാതെ കർത്താവെ അല്ലെങ്കിൽ പ്രമാണിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവെ മോശയോട് കൂടി ഇരുന്ന കരം ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയ്ക്ക് വെളിപ്പെട്ട ആയുസിന്റെ ആ നിർമ്മലതയൊക്കെ ഞങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഇന്ന് പകൽക്കാലം തുടർന്നുള്ള കൂട്ടായ്മകളിലും മീറ്റിങ്ങുകളിലും കർത്താവെ ഹല്ലേലൂയ ഭവനങ്ങളായിരിക്കുന്നവരുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ തുടർന്നുള്ള കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷയെ തീർക്കണം പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിയോഗ പ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്ര. സാക്ഷ്യങ്ങൾക്കുള്ള സമയങ്ങളാണ്, പ്രാർത്ഥനകൾക്കുള്ള സമയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ടെസ്റ്റിമണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു പ്രൈസ് മാറ്റർ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, അതല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊരു വിടുതലുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വർണ്ണിപ്പാനുള്ള സമയമാണ്. ദൈവമാകുന്ന കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ അതിനായിട്ട് വേർതിരിക്കുന്നു. ദൈവമാകുന്ന കർത്താവ് സഹായിക്കട്ടെ. ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും തിരുസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്തും വിടുവിച്ച വിഷയങ്ങൾക്ക് സ്തോത്രം കരയേറ്റുകയും പറയപ്പെട്ട വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവം ഇന്ന് പകരം നമ്മൾക്ക് കൃപ തരട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രിയ ജിജോ ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. മറ്റെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവെ. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്ക് മേലും ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവിക വിടുതലുകൾ ഞങ്ങൾ കാണുവാൻ ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. അവൻ സ്തോത്ര. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പാപങ്ങളേറ്റു പറഞ്ഞ് ദൈവമേ ഞങ്ങൾ കർത്താവെ പരസ്പര പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്താവ് ഞങ്ങൾ നൽകുന്ന എല്ലാ കർത്താവെ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് ബാലു എന്ന പ്രിയ സഹോദരൻ നൽകിയ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നല്ലോ. ദൈവം കർത്താവെ അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ദൈവനാമത്തിന്റെ മഹത്വമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് പറയപ്പെട്ട ഓരോ വിഷയങ്ങളും ദൈവകരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ ദേവദാസന്റെ കർത്താവ് മാതാവിനെയും കർത്താവ് സൗഖ്യത്തോടെ കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനും നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് പറയപ്പെട്ട ഓരോ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രതികൾ ഫേബയുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യം ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവ കർത്താവ് പല രോഗങ്ങളാൽ ഭാരപ്പെടുവാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം കർത്താവെ തന്നെ വീണ്ടും തൊട്ട് പൂർണ്ണ ആരോഗ്യവും ബലവും തന്റെ ജീവിതത്തിൽ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവെ താൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നല്ലോ. ദൈവത്തിന്റെ ഗൈഡൻസ് അതിനകത്ത് വെളിപ്പെടണമേ കർത്താവെ. കർത്താവെ ദൈവവചനത്തിൽ കർത്താവെ നന്നായി പഠിച്ച് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം. വരും കാലഘട്ടത്തിൽ ശക്തനാക്കി പരിശുദ്ധാത്മാവത്തിന്റെ തീർക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ കർത്താവ് തന്നെ നിറയ്ക്കണമേ കർത്താവെ. ദൈവീ ബാല്യപ്രായത്തിൽ കർത്താവ് യാതൊരു പ്രയാസങ്ങളിലൂടെയോ യാതൊരു ഡിസ്ട്രാക്ഷനിലൂടെ കടന്നു പോകാതെ വണ്ണം ദൈവമേ ദൈവകൃപയിൽ സൂക്ഷിച്ചു കൊള്ളേണ്ടതിനായി ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ. പ്രത്യേക ബ്ലസ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞൊരു വർഷം ദൈവം തന്നെ പരിപാലിച്ചല്ലോ. ദൈവം സൂക്ഷിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. ദൈവം ആയുസ്സും ആരോഗ്യവും നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ ദൈവം സങ്കേതമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ തന്നെ ശക്തമായി വീണ്ടും ദൈവത്തിനെ ഉപയോഗിക്കണം. വരും ദൈവ ദിവസങ്ങളിൽ ശക്തനാക്കി ദൈവത്തിനെ തീർക്കണമേ. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർക്കണമേ. ദൈവിക പദ്ധതികൾ തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. താൻ ഒരു അനുഗ്രഹമായി തന്റെ ഭവനത്തിനും ദൈവസഭയ്ക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായി ദൈവം തീരട്ടെ എന്ന്
പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രയാസ മേഖലകളിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പരിപാലനം സൂക്ഷിപ്പോ തന്നെ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സിന് നൽകി ദൈവാരോഗ്യത്തെ നൽകി തന്നെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ കർത്താവെ ജോബിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ നാട്ടിലേക്ക് യാത്രയാകുന്നല്ലോ, തന്നെ യാത്രയുടെ മേൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വിവാഹ കാര്യങ്ങളുടെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ്. ഇതിന്റെ തടസ്സങ്ങൾ മാറി ദൈവഹിത പ്രകാരം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കപ്പെടുവാൻ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. തന്റെ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പിതാവിനായി സ്തോത്രം. ആരോഗ്യവും ബലവും നൽകണം. എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിപ്പാൻ ദൈവമേ എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം കർത്താവെ. അതുപോലെ കർത്താവെ പ്രതികൾ സുനിതന്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, കർത്താവെ ദൈവമേ ഭവനത്തിന്റെ പണികൾ ഇത്രത്തോളം ദൈവമേ പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. എല്ലാം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. പാസ്റ്റേഴ്സ് വൈസ് ഫെലോഷിപ്പിന്റെ കർത്താവ് മീറ്റിങ്ങിന് വരും ദിവസം നടക്കുന്ന മീറ്റിങ്ങിനായി സ്തോത്രം. ദൈവമേ അത് ദേശത്തിന് ദൈവദാസിമാർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ദൈവനാമ മഹത്വം എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ക്രമീകരിപ്പാനുള്ള ദൈവകൃപ എല്ലാവരുടെ മേലും തന്റെ ദാസിയുടെ മേലും ദൈവം പകരണമേ. പ്രിൻസ്രാനി ദൈവദാസനായി സ്തോത്രം ശക്തമായി എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതികൾ ഞങ്ങൾ സഭയായി കർത്താവെ പ്രിയ ഷാജി എന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാ എന്റെ ദൈവദാസന് ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം ഇത്രത്തോളം നടത്തിയല്ലോ, ദൈവം ഇത്രത്തോളം പരിപാലിച്ചല്ലോ, ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ സഭയായി ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ തന്റെ കർത്താവേ ലോകത്തിന്റെ അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ കരം തൊടണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ വിഷയമാണെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് എന്റെ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് ഞങ്ങൾ അറിയാം ദൈവം അറിയാതെയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നത്. ദൈവം അറിയാതെയല്ല കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ ദൈവമേ ദൈവത്തിന്റെ സമയത്തിന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ പ്രിയദാസിയുടെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ സഭയായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സൗഖ്യം തന്റെ ദാസിയുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവെ. കർത്താവെ യൂറിൻ കർത്താവെ കൺട്രോൾ ഇല്ലാതെ പോകുന്ന അവസ്ഥകൾ ദൈവം അത് ക്രമീകരിക്കപ്പെടട്ടെ കർത്താവെ. ദൈവമേ ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസൻ കർത്താവെ മക്കളെ മൂന്നുപേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവകൃപയിൽ വളർന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മോളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഒരു അഡ്മിഷന് വേണ്ടി താൻ ആഗ്രഹിക്കുന്നല്ലോ ദൈവമേ. കർത്താവെ ഗവൺമെന്റിൽ കർത്താവ് അഡ്മിഷന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം പ്രവർത്തിക്കണമേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. ദൈവിക വഴികളെ തുറക്കണമപ്പാ. അപ്പാ നിന്റെ കരുണ ദൈവമേ ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെടണമേ. അത്ഭുതത്തിന്റെ സാക്ഷ്യമാക്കി ദൈവം തീർക്കണമേ. തന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. വ്യക്തമായ ദൈവിക ഗൈഡൻസ് കർത്താവെ ദൈവം നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ പറഞ്ഞ കർത്താവെ തന്റെ കർത്താവെ വരുമാന മാർഗത്തെ വഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഓട്ടം ലഭിപ്പാൻ ദൈവം സഹായിക്കണം. അതിലുപരിയായ നന്മകൾ നൽകി തന്നെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് കർത്താവെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ വിടുതൽ കർത്താവെ തന്റെ ഭവനത്തിന് മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് തന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ ദൈവം തലവടക്കിയിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ദൈവത്തിന്റെ മറുപടികൾ വരും ദിവസങ്ങളിൽ കാണുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവിക വിടുതൽ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടണം കർത്താവിന് സ്തോത്രം. യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്തുതികൾക്ക് ഭേദം വന്നതുപോലെ ഞങ്ങൾ കർത്താവ് ഈ പ്രിയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഭയുടെ മറ്റെല്ലാ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ മറുപടിയെ കണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ തിരുനാമത്തിന് മാത്രം മഹത്വമാക്കി തീർക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാകുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശേഷാൽ ജോലി നഷ്ടപ്പെട്ട അനേകരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ അനേകരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ തോമസിന്റെ സഹോദരൻ ടിബുവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. താൻ ഫാമിലി ആയിട്ട് ഗൾഫിന്റെ ദേശത്തായിരിക്കുന്നു. തനിക്കൊരു ജോലിക്കുള്ള വഴികളെ ഈ ദിവസങ്ങളിൽ സ്വർഗം തുറക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ദൈവത്തിന് സ്തോത്രം ജോലി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ യൗവനക്കാരാകുന്ന തലമുറകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കോളേജിൽ പഠിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്കൂളുകളിൽ പഠിക്കുന്ന അനേകര് ദൈവത്തിന് സ്തോത്രം പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിന്റെ സൺഡേ സ്കൂള് ദൈവത്തിന് സ്തോത്രം ഈ വർഷത്തേതുള്ളത് ഇതുവരെയും ദൈവത്തിന് സ്തോത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ അത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട 3 വിഷയങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സാമിച്ചായന്റെ അവിടുത്തെ ജോബ് ദൈവസന്നിധിയിൽ ഈ സമയം വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ജോബ് പ്രാർത്ഥിച്ചാട്ടെ. Lord, I thank you, Lord, for letting us to come to this presence and worship, Lord Father. Lord, we pray for the prayer requests which have been put upon, Lord Father. Lord, I pray for the Sunday school, Lord Father. Lord, help me to start at the earliest. I pray, Lord Father. Lord, do not let the children to go away from the spiritual learning. I pray, Lord Father. Lord, provide a way for that. I pray, Lord Father. Lord, I pray for the teachers who are teaching them, Lord Father. Lord, them enrich them with the knowledge to teach them. I pray, Lord Father. Lord, I pray for the people who have lost their jobs. I pray, Lord Father. Lord, help them to, Lord, provide them the way, and Lord, help them in a miracle. I pray, Lord Father. Lord, Lord, I pray for each and every one of them. I pray, Lord Father. Lord, as we are going to hear from the word of God today, Lord, Lord, help our minds. I pray, Lord Father. Lord, once again, we commit everything in your hands, Lord Father. In the name of Jesus, I pray. Amen. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടതിനായി കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ സഭയായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏറിയ നാളുകളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കഴിയത്തില്ലാത്ത സാഹചര്യങ്ങൾ കർത്താവ് ഭൂമിയിലെമ്പാടും ഉടലെടുക്കുവാനിടയായിട്ട് പോകും. എന്നാൽ ദൈവമേ, ഇതിനെല്ലാം നീക്കം വരുത്തുന്നവനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമേ അങ്ങ് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. അതിനാവശ്യമാകുന്ന സാഹചര്യങ്ങളുടെ വഴികളെല്ലാം എന്റെ സ്വർഗത്തിലെ ദൈവം തുറക്കണമേ. പഴയ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വീഴ്ചകളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ഞങ്ങളുടെ സഭകൾക്കകത്ത് വെളിപ്പെട്ട് വരുവാൻ, ഞങ്ങളുടെ സഭകളെല്ലാം ജീവനുള്ള ആരാധന വെളിപ്പെടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സമയം ആൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് കൂട്ടായി കൊടുത്തവനായി ഷിനോയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തണമേ. ദൈവിക കൽപ്പനകളെ പ്രമാണിപ്പാൻ പരിശുദ്ധാത്മാവരോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ദൈവമേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഷാജി ബദന് വേണ്ടി ഒരു നിമിഷവും കൂടെ ഞങ്ങൾ ഇന്ന് പകല് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരം തനിക്ക് വേണ്ടി ചലിപ്പിച്ചാണ്. കർത്താവേ, Hallelujah, 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 hallelujah. ഷാജി ബ്രദറെ, ദൈവത്തെ കാണിക്കുന്ന 1-2 വിഷൻ ഇന്ന് ദൈവസന്നിധിയിൽ പറയാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ശത്രു ഒരുക്കി അനേക പദ്ധതികൾക്കകത്തുനിന്ന് ദൈവം വിടുവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ മരിച്ച് അല്ലെങ്കിൽ വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞു കിടക്കേണ്ട സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുവിച്ചെന്ന് ആത്മാവ് ഇന്ന് പ്രവചനദൂത എന്ന് കൈമാറുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതായത് മരിച്ച് ദൈവത്തിന്റെ സ്തോത്രം വെള്ളത്തുണിക്കകത്ത് പൊതിയേണ്ട സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് തമ്പുരാൻ ദൈവത്തിന്റെ സ്തോത്രം കൈകൊണ്ടെടുത്തു മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ അപകടങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിച്ചെടുത്തുകൊണ്ട് വന്നെന്ന് ആത്മാവ് ഇന്ന് തെളിവായി
അടുത്തതായിട്ട് ദൂത് കൈമാറുകയാ. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ ഒരു ആലോചന പ്രിയ ഷാജിബദനോടായിട്ട് പറയുന്നു. പൊട്ടിക്കിടക്കുന്ന ചിലത് വീണ്ടും കൂട്ടി യോജിപ്പിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഭവനത്തിനകത്ത് ഇറങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്രം. കാര്യം നാം സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ ഈ ദൂത് അവിടെ സംഭവിച്ചിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ഒരു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിനകത്ത് കാണാൻ തുടങ്ങുകയാണ്. വിശ്വസിച്ചേറ്റെടുക്കാമോ? ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഭവനത്തിനകത്ത്, ജീവിതത്തിനോടുള്ള ബന്ധത്തിനകത്ത് ദൈവാത്മാവ് ചെയ്യുമെന്ന് ഇന്ന് പ്രവചനാത്മാവിൽ ദൂത് ഞാൻ കൈമാറുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വസിച്ചേറ്റെടുത്തു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ശത്രുവിന്റെ പദ്ധതികൾ അല്ല ജയിക്കുന്നത്, നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികൾ ജയിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ദൈവം ധാരാളമായിട്ട് വർദ്ധിപ്പിക്കട്ടെ, ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. സ്ഥാനം തെറ്റിക്കിടക്കുന്ന ചിലത്, അല്ലെ പൊട്ടിപ്പോയെന്ന് പറയുന്ന ചിലത് ദൈവം വീണ്ടും റീജോയിൻ ചെയ്യിപ്പിക്കുകയാണ്, ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിനായിട്ട് ഏൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവെ, കുടുംബമായിട്ട് ദൈവം മാനിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഒക്കെ ദൈവത്തിന്റെ സ്തോത്രം എന്നാ പറയുന്ന ആരാധനാലയങ്ങൾക്കൊക്കെ ഉള്ള സ്വാതന്ത്ര്യങ്ങളിലോട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങൾക്കകത്ത് പേടിച്ച് ഉള്ള ഒരു ആരാധനയല്ല, പകുതി പേരായിട്ടുള്ള ഒരു ആരാധനയല്ല. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കത്തക്ക നിലവാരത്തിൽ ദേശത്തെ ദൈവം സൗഖ്യമാക്കുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രചോദനം തന്ന ഒരു വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ആധാരമായിട്ട് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 12 വേഴ്സ് 14, ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 12 വേഴ്സ് 14, 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. യഹോവ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവിടുന്ന് മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയുമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, സീ ഹി ബ്രേക്സ് ഡൗൺ ആൻഡ് ഇറ്റ് cannot be built again. If he imprisons someone, there can be no release. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഇവിടെ വചനം പറയുകയാണ്, യഹോവ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവിടുന്ന് മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ശത്രു ബന്ധിച്ചതാണോ, വിടുവിപ്പാൻ നമ്മുടെ ദൈവമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രു തകർത്തതാണോ, പണിയുവാൻ നമ്മുടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഈ ഒരു തീഷ്ണതയോടെ, ഈ ഒരു ആത്മബലത്തോടെ ഇന്ന് പകല് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബ് പറയുകയാണ്, അവൻ ഇടിച്ചു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യഹോവയാകുന്ന കർത്താവ് ഇടിച്ചു കളഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെന്തോ ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും അത് പണിതുകൂടാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, യഹോവ ബന്ധിച്ചതാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ആരും അഴിച്ചു വിടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് നമുക്ക് വളരെ സുപരിചിതമാകുന്ന വേദഭാഗങ്ങളാണ് ഇതൊക്കെ. ദൈവത്തിന് സ്തോത്രം. കാര്യം 11-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം നയമാത്യനായ സോഫാർ എന്ന് പറയുന്ന ഇയ്യോബിന്റെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഇയ്യോബിന്റെ ഒരു സ്നേഹിതൻ, ഇയ്യോബിന്റെ വിഷമഘട്ടങ്ങളിൽ തന്നോട് കൂടെ ഇരിപ്പാൻ കടന്നു വരുമ്പോൾ താൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്ക്, താൻ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഇയ്യോബ് മറുപടി പറയുന്നതാണ് ഈ 12-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ 12-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ജോബ് ഇവിടെ പറയുന്നത് ഇങ്ങനെ, then Job answered and said, ദൈവത്തിന്റെ സ്തോത്രം, no doubt you are the people. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ദൈവത്തിന്റെ സ്തോത്രം 12-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, യഹോവ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ ഈ ആഴ്ച പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്ന വചനഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിപ്പാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അതിന് ആധാരമായിട്ട് ഒരു വാക്യം കൊണ്ട് വായിക്കാം. 2 Corinthians chapter 4 verse 7. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 2 Corinthians chapter 4 verse 7.
ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയെക്കുറിച്ച് നമുക്കറിയാം, എല്ലാത്തിലും തികഞ്ഞവർ, കൃപാവരങ്ങളുള്ളവർ, ഫിനാൻഷ്യൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സഭ. ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ പത്രോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും നേരിട്ട് കാണുവാന് അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന ഒരു സഭ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള ഒരു സഭയോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് ദൂത് പറയുക, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്തോത്രം, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അത് വെറും ശക്തി ല്ല, സർവശക്തന്റെ ശക്തിയാ. പക്ഷെ ആ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. എന്തോ അല്ല, അത് ഞങ്ങളുടെ സ്വന്തമല്ല. ഇതെന്തവാ? ദൈവത്തിന്റെ ദാനം. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകരോടും ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള കാര്യം, ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ അകത്തൊരു അത്യന്ത ശക്തിയുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളുടെ അകത്ത് ഒരു അത്യന്ത ശക്തിയുണ്ട്. അത് നിങ്ങൾ വില കൊടുത്ത് മേടിച്ചതൊന്നുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഫ്രീ ആയിട്ട് ദൈവം ഗിഫ്റ്റ് ആയിട്ട് അത് തന്നതാ. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് തന്നിരിക്കുന്നത് മൺകൂടാരങ്ങളില്ല. സൂക്ഷിച്ചില്ല ഇത് പോകും, സൂക്ഷിച്ചില്ല ഇത് പൊട്ടിപ്പോകും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇത് തന്നിരിക്കുന്നത് മൺകൂടാരങ്ങളിലാകിയാൽ സൂക്ഷിപ്പാൻ നമ്മൾ എന്തോ ചെയ്യണം? ബാധ്യസ്ഥനാണ്. ഇനി ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, വേഴ്സ് 2 Corinthians chapter 4 verse 1 വരുമ്പോൾ, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിക്കുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തിരിച്ച് ഉപായത്തോടെയോ ദൈവത്തിൽ കൂട്ടുചേർക്കുകയോ ചെയ്യാതെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധി സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാണ്. ഇവിടെ പൗലോസ് പറയുക, therefore because we have this ministry and just as we have received mercy. Praise the Lord. ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങളോട്, ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചിൽ ഒരാളായിരിക്കും ഉള്ളത്, ചിലപ്പോൾ 10 പേരെ മേയ്ക്കാനുള്ള കൃപയായിരിക്കും ദൈവം തന്നിരിക്കുന്നത്, ചിലപ്പോൾ 1000 മേയ്ക്കാൻ നിങ്ങൾക്ക് കൃപയുണ്ടായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. നിങ്ങൾക്കിത് ലഭിച്ചത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരാളെ മേയ്ക്കുവാനെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ, അത് ദൈവത്തിന്റെ കരുണയാലാണ് നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്യണം? വി ഡു നോട്ട് ബിക്കം ഡിസ്കറേജ്ഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തോ ചെയ്യരുത്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ കുഞ്ഞ്, ഇന്ന് പകരം ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിനകത്ത് എവിടെങ്കിലും നീ തകർന്നോ തളർന്നോ ഇരിക്കുന്നെങ്കിൽ വചനം പറയുന്നു, ഈ നൂറ്റാണ്ടിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഈ 2020 ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. അല്ലെ, എങ്ങനെയാ തെരഞ്ഞെടുത്തത്? നിന്റെ പ്രാപ്തി കണ്ടിട്ടോ, നിന്റെ കഴിവ് കണ്ടിട്ടോ, നിന്റെ പ്രവൃത്തി കണ്ടിട്ടോ അല്ല, അവന് കരുണ തോന്നി ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ എന്താ ചെയ്യരുത്? നീ ഡിസ്കറേജ് ആയി പോകരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നീ ഡിസ്കറേജ് ആയി പോകരുത്. കാര്യം ഇന്നുകൊണ്ട് കാര്യങ്ങൾ കഴിയുന്നില്ല. ലോകാവസാനത്തോളം എന്നും നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവമാ നിനക്ക് കരുണ തന്ന് നിന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തോ ചെയ്യരുത്? നീ ഡിസ്കറേജ് ആയി പോകരുത്, നീ അധൈര്യപ്പെടരുത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു പോയി. ഈ ക്രിക്കറ്റ് മത്സരം, സച്ചിൻ ടെണ്ടുൽക്കറിനെ എല്ലാവരും അറിയും അല്ലെ? ലോകം മുഴുവൻ അറിയുന്ന ഒരു കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്രിക്കറ്റ് ബോൾ ഇല്ലായിരുന്ന ഈ മനുഷ്യനെ ആരേലും അറിയൂ? നിങ്ങളൊന്ന് ചിന്തിച്ച്. ക്രിക്കറ്റ് ബോൾ ഇല്ല, ആരേലും അറിയൂ? ഇല്ല. ദൈവത്തിന്റെ സ്വന്തം കാര്യമില്ല. ദൈവത്തിന്റെ സ്വന്തം. ഈ ബോൾ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ സിക്സർ അടിച്ചത്. ഈ ബോൾ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ വിക്കറ്റ് എടുത്തത്. ദൈവത്തിന്റെ സ്വന്തം. ഈ ബോൾ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പലരെ റൺഔട്ട് ആക്കിയത് അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞ്, ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ഈ ബോള് പോലെ അടിക്കുമ്പോ നല്ല വേദനയാണ്, എറിയുമ്പോ നല്ല വേദനയാണ്. ദൈവത്തിന്റെ സ്തോത്രം. സ്റ്റമ്പിനിട്ടൊക്കെ കൊള്ളുമ്പോ നല്ല വേദനയാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, നീ ഇന്ന് ഈ വേദന സഹിക്കുന്നത് ആരെങ്കിലും ചിലരെ നിത്യതയുടെ കിരീടങ്ങൾ ചൂടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലരെ നിത്യതയുടെ കൂടാരങ്ങളിലേക്ക് ചേർക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തോ ചെയ്യരുത്? ഈ കാലത്ത് നിനക്ക് വേദനയുണ്ട്, അടി കൊള്ളുമ്പോ വേദനയുണ്ട്, സിക്സ് അടിക്കുമ്പോ വേദനയുണ്ട്, സ്റ്റമ്പിനിട്ട് എറിയുമ്പോ വേദനയുണ്ട്, പിച്ചിനകത്ത് കുത്തുമ്പോ വേദനയുണ്ട്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം, ഈ വേദന മുഴുവൻ സഹിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ക്രിക്കറ്റ് കളിക്കാർ ഈ ലോകത്തിന്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെങ്കിൽ
ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിത്യതയുടെ തുറമുഖത്ത് ഹല്ലേലൂയ നിന്റെ അക്കൗണ്ടിൽ ചില ആത്മാക്കളെ തന്ന് ആത്മാക്കളെ നേടിയതിന്റെ കിരീടങ്ങൾ നിന്റെ തലയിൽ വെക്കുമ്പോൾ നീ ഓർത്തോണം, ഒരു സുപ്രസാദ കാലം നിനക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇന്നത്തെ വേദന, ഇന്നത്തെ കഷ്ടത, ഇന്നത്തെ ബുദ്ധിമുട്ട് എല്ലാം എന്നാന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം, നിത്യതയിൽ നിനക്ക് കിരീടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ, ചിലരെ നീ നേടേണ്ടതിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞെ, നീ അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്, എങ്കിലും നീ അധൈര്യപ്പെടരുത്. ദൈവത്തിന്റെ സ്തോത്രം. കാര്യം എന്നാ? കരുണ കൊണ്ടാ ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്. ഒരു മനുഷ്യൻ വിളിച്ചു തന്നതല്ല, ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്ററോ ഒന്നും വിളിച്ചു തന്നതൊന്നുമല്ല. സർവശക്തനാകുന്ന ദൈവം, ഞാനും നീ പാവക്കുഴിക്കകത്ത് കിടന്നപ്പം ദൈവത്തിന്റെ സ്തോത്രം, ഇവനെ ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവരാണ് വിശ്വസ്തരെന്ന് കണ്ട് നിന്നെ വിളിച്ചു വേർതിരിച്ച് നിന്നെ പണിതെടുത്ത് ഈ 2020 ഈ മാസം 30-ാം തീയതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷകൾ ഇനിയുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും നിനക്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, കർത്താവേ, ഇത് മൺകൂടാരങ്ങളിലേക്ക് തന്നേക്കുന്നത്, ഇത് സൂക്ഷിക്കാനുള്ള ബാധ്യത എനിക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. 2, ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ശുശ്രൂഷയല്ല ഇത്, പകരം ദൈവത്തിന്റെ സ്തോത്രം കരുണയാൽ എന്റെ ദൈവം ഇതെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ രണ്ടാമതൊരു കാര്യം കൊണ്ട് ചെയ്യണമേ. ഈ ക്രിക്കറ്റ് കളിക്ക് 6 അടിക്കുമ്പോഴും 4 അടിക്കുമ്പോഴും സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ പുതിയ കാറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് എന്തോ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ബോണസ് കിട്ടും, ഇതൊക്കെ കിട്ടും. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, നമ്മളൊരു കാര്യം നോക്കണം. ഹല്ലേലൂയ. നമ്മളെ ഈ ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ അടി കൊള്ളുമ്പോഴും, നമ്മൾ ഈ കുത്തുവാക്ക് കേൾക്കുമ്പോഴും, നമ്മളെ ആരും റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോഴും, നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നീ ഇത് ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്നെ വിളിച്ചവന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നീ അപമാനമേൽക്കുമ്പോഴും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, നീ നിന്ന ഏൽക്കുമ്പോഴും, നിന്റെ ശുശ്രൂഷകളെ കുറ്റം വിധിക്കുമ്പോഴും, നീ കൊള്ളത്തില്ലാത്തവനെന്നും കൊള്ളത്തില്ലാത്തവളെന്നും പറയുമ്പോഴും, ഇതൊക്കെ കേൾക്കുമ്പോഴും ഓർത്തോണം, നിന്റെ കാര്യം പറഞ്ഞിട്ടല്ല നീ അപമാനം സഹിക്കുന്നത്, പകരം നിന്നെ വീണ്ടെടുത്തവന്റെ കാര്യം മുഖാന്തരമാണ് നീ അപമാനം സഹിക്കുന്നത്. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ നഗ്നനാക്കിയോ നിന്നെ നഗ്നയാക്കിയോ ഈ റോഡിലൂടെ ആരും വലിച്ചു കൊണ്ടുപോയിട്ടില്ല. നിന്നെ ആരും നിന്റെ മുഖത്ത് തുപ്പിയിട്ടില്ല. ആരും നിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് കുറേ 40 അടി നീ ഇന്ന് വരെ കൊണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇതെല്ലാം ഏറ്റ ഒരു ദൈവമുണ്ട്. അവന്റെ നാമം നീ മറ്റുള്ളവരോട് പറയുമ്പോൾ, അവന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങി നിൽക്കുമ്പോൾ, അവൻ അനുഭവിച്ചതൊന്നും നീ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഹല്ലേലൂയ, ലഭിക്കുന്ന അപമാനങ്ങൾ നിത്യതയിൽ കിരീടങ്ങളാണെന്നും, ലഭിക്കുന്ന അപമാനങ്ങളും കഷ്ടങ്ങളും നിന്റെ ഭവനത്തിനകത്ത് ഒരു മുതൽക്കൂട്ടാണെന്നും ഇന്ന് പകൽ ഓർക്കുവാനിടയായി തീരട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ എന്തോ ഉണ്ടാകത്തുള്ളൂ, നമ്മൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. താഴോട്ട് പൗലോസ് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 4-ാം അധ്യായം 2 കൊരിന്ത്യൻസ് 4:8 ഇങ്ങനെ പറയുന്നു, വായിച്ചു. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞെരുങ്ങിപ്പോകുന്നില്ല, കുഴുങ്ങിയിരിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെയും, സാഹചര്യം നോക്കിയാൽ നിനക്ക് നിരാശപ്പെട്ടു പോകാനുള്ള വകുപ്പുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, തമ്പുരാൻ പറഞ്ഞിട്ട് പോയ ഒരു കാര്യം, ഞാനതാ പ്രാരംഭത്തിൽ പറഞ്ഞത്, നിനക്ക് പണം തരാമെന്നോ വാഗ്ദത്തദേശം തരാമെന്നോ ഒന്നും അല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിനക്ക് തരാം. ദൈവത്തിന്റെ സ്തോത്രം. ശത്രു നിരാശയുടെ രാജാവാണെങ്കിൽ എന്റെ ദൈവം സമാധാനത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ അകത്തളങ്ങളിൽ നിരാശകൾ ഇട്ടുകൊണ്ട് നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളെ ശത്രു തകർക്കുവാൻ നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ സമാധാനത്തിന്റെ ദൈവം, എന്റെ സമാധാനം മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുക. അപ്പൊ നിരാശപ്പെടാത്തതിന്റെ കാര്യം എന്നാ? ഒന്ന്, നീ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ അപമാനം സഹിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടാണോ? കഷ്ടത ഇല്ലാഞ്ഞിട്ടാണോ? ഞെരുക്കം ഇല്ലാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെയും അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിത്യതയുടെ കൂടാരങ്ങളിൽ ഇതെല്ലാം നിനക്കൊരു ബെനിഫിറ്റാണ്.
പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ കഷ്ടതയുടെ നടുവിൽ, ഈ അപമാനത്തിന്റെ നടുവിൽ എന്നെയും നിന്നെയും പിടിച്ചു നിർത്തുന്നത് എന്താണെന്നറിയാമോ? ഈ അത്യന്ത ശക്തിയാണ്. നിന്റെ അകത്തളങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിയാ. ഹല്ലേലൂയ. ചിലപ്പോ നീ ബലഹീനനായിരിക്കും ശരീരം കൊണ്ട്, ചിലപ്പോ നീ മനസ്സുകൊണ്ട് തകർന്നവനായിരിക്കാം. ദൈവത്തിന് സ്വന്തം മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഇന്ന് പകല് ദൈവാത്മാവ് പറയുന്നു, നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. ഹല്ലേലൂയ. അകത്തളങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു അത്യുന്നതന്റെ ശക്തി. ഹല്ലേലൂയ. അതാണ് ഈ അത്യന്ത ശക്തി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അല്ലെങ്കിൽ നിരാശപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് തൊട്ട സഭയോട് ആലോചന പറയുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിത സാഹചര്യത്തിനകത്ത് ഇന്നലെ രാത്രികളിലും നിരാശകളുടെ കൂമ്പാരത്തിനകത്ത് കിടന്ന് ദൈവത്തിന്റെ പൈതലെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേലെ ഒരു അത്യന്ത ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, പലവിധ വിഷയങ്ങളാൽ നമുക്ക് നിരാശപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ട്. പലവിധ വിഷയങ്ങൾ. നാളെ എങ്ങനെയാവും? ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്നവർ, ദൈവത്തിന് സ്തോത്രം. മറ്റ് പല വിഷയങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിരാശപ്പെടുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷത്തിലോട്ടൊന്ന് വരാമോ? 6-ാം അധ്യായത്തിലോട്ടൊന്ന് വരാമോ? അതിന്റെ വേഴ്സ് 48. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 48. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 48. മാർക്ക് 6 വേഴ്സ് 48. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിരാശപ്പെട്ടു പോകുന്ന ഒരു ഘടകം എന്നാന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാറ്റ് നല്ലതാ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് പ്രതികൂലമായിട്ട് അടിക്കുന്നെങ്കിൽ അവിടെ നിരാശ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെ? ഞങ്ങൾ ഞെരുക്കമുണ്ട്, പക്ഷെ ഞങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല. കാര്യം എന്നാന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിന്നോട് പറയട്ടെ, അതിൽ കാറ്റ് പ്രതികൂലമായി അടിക്കുന്നതും നീ കഷ്ടപ്പെട്ട് തണ്ടു വലിക്കുന്നതും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് വിരോധമായി അടിക്കുന്ന കാറ്റിനെയും ആ കാറ്റിലൂടെ മുന്നോട്ട് പോകുവാൻ നീ തണ്ടു വലിച്ചു വലയുന്നതും കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, കർത്താവേ, കാറ്റെനിക്ക് പ്രതികൂലമാണ്, എന്നാൽ ഈ കാറ്റിനെ നീ ഒന്നെങ്കിൽ എനിക്ക് അനുകൂലമാക്കി തരണം, ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് അമർച്ച ചെയ്തു തരണം. മനസ്സിലായോ? ഈ കാറ്റ് നല്ലതാ, പക്ഷെ എനിക്ക് പ്രതികൂലമായിട്ടായി കാറ്റടിക്കുന്നെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല. ഇന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയാം, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയെന്ന് അറിയത്തില്ലാതിരിക്കുന്നു ദൈവകുഞ്ഞുങ്ങളോട് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് പകല് ഒരു പുതിയ സ്റ്റെപ്പിനുള്ള വഴികളെ സ്വർഗം തുറക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു അവരുടെ അടുത്തോട്ട് ചെല്ലുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവിൻ. എന്താ പറഞ്ഞത്? ധൈര്യപ്പെടുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ നിങ്ങളുടെ ഹൃദയത്തെ നോക്കിയിട്ട് ഒന്ന് പറയണം, ഒന്ന് ധൈര്യപ്പെട്ട്. നമ്മുടെ മനസ്സിനെ നോക്കിയിട്ട് ഒന്ന് പറയണം, സാഹചര്യം ഒക്കെ പ്രതികൂലമാണ്, ഒരു മാറ്റവും ഇല്ല, പക്ഷെ മനസ്സിനെ നോക്കിയിട്ട് പറയാം, എന്റെ പൊന്നു മനസ്സെ ഒന്ന് ധൈര്യപ്പെടും, ഒന്ന് ധൈര്യപ്പെടും. കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് എന്റെ കൂടെയുണ്ട്, കർത്താവ് എന്റെ കൂടെയുണ്ട്. വീണ്ടും വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവരുടെ അടുക്കൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാ ചെയ്തു? യേശു അവരുടെ അടുക്കൽ ചെന്നു. കാരണം എന്താണെന്നറിയാമോ? ഇവർക്ക് ഈ വള്ളത്തിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാവല്ലോ. എബ്രായ ലേഖനം എന്നാ നമ്മളെ പഠിപ്പിക്കുന്നത്? അത് ഏതു സമയവും കൃപാസനത്തിലേക്ക് അടുത്ത് വരിക. ഏതു സമയം എന്തുവാ? കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ.
അങ്ങനെയെങ്കിൽ ഇന്ന് പകല് കർത്താവ് എന്റെ അടുത്തോട്ട് വരാൻ നോക്കി നിൽക്കാതെ നീ ഭാരപ്പെടുന്ന ഈ വിഷയങ്ങളുമായി ഇന്നും അസാധ്യമാ കർത്താവെ തണ്ടുവലിച്ച് ഞാൻ വലയുക, മുന്നോട്ട് പോകുവാൻ സാഹചര്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന നിന്റെ ഈ വിഷയത്തെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലാമോ? ദൈവത്തിന് സ്തോത്രം. അവിടെ വചനം പറയുന്നു, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ കാറ്റ് അമർന്നു. എന്നാ വചനം പറയുന്നത്? കാറ്റ് അമർന്നു. ഇന്ന് പകല് നിനക്ക് വിരോധമായി നിൽക്കുന്ന, ഞങ്ങൾക്ക് വിരോധമായി അടിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ തണ്ടുവലിച്ച് ദൈവത്തിന് സ്തോത്രം വലയുന്ന, ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലാത്ത, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ പ്രതികൂലമായി അടിക്കുന്ന കാറ്റിനെ എന്റെ ദൈവം അമർച്ച ചെയ്യത്തക്ക നിലവാരത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്റെ വിഷയത്തെ തൃക്കരങ്ങളിലേക്ക് തരികയാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, അവിടെയാണ് ദൈവത്തിന്റെ ശാന്തത വെളിപ്പെടുന്നത്. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എങ്ങനെ? ദൈവത്തിന്റെ സ്തോത്രം, വീണ്ടും കിടക്കുന്നവരെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ നിരാശയിടുന്ന ചില കാറ്റുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അമരട്ടെ. നിരാശയിടുന്ന ചില കാറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അതിനായിട്ട് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ ഒന്നുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്ററിലോട്ട് നമ്മൾ വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 14, 9-14, ബുക്ക് ഓഫ് മാർക്ക്, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. വന്ദിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണമേ. ഇവിടെ ശിഷ്യന്മാര് വലിയൊരു പ്രയാസത്തിനകത്ത് അകപ്പെട്ട് കിടക്കുക. എന്റെ വിശ്വാസം എല്ലാ ശിഷ്യന്മാരും ഇല്ലെന്ന്, എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് പ്രയാസത്തിൽ അകപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു 9 ശിഷ്യന്മാരായിരിക്കും ഈ പ്രയാസത്തിൽ അകപ്പെട്ട് കിടക്കുന്നത്. കാര്യം ദൈവത്തിന് സ്തോത്രം. ആ 9-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അവരെ എന്തോ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 9 എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം ശിഷ്യന്മാരുടെ തന്നെയാണ് പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശിഷ്യന്മാര് പ്രയാസപ്പെട്ട് കിടക്കുന്നത് ഇതാണ്. ദൈവത്തിന്റെ സ്തോത്രം. രോഗിയാകുന്ന ഒരു മനുഷ്യനെയും കൊണ്ട് ഒരാൾ വന്നു, ഒരു മകനെയും കൊണ്ട് ഒരാൾ വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇവർക്ക് ഈ രോഗത്തെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഈ ശിഷ്യന്മാരോട് തർക്കിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ പോകുന്നതല്ല. അതിനകത്ത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അത് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശമാണെങ്കിൽ പോലും അതിനകത്ത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 11 വേഴ്സ് 11 ഒന്ന് വായിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം മലകളും താഴ്വരകളും ഉള്ളതും. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഈ 2 വാക്ക് മതി. ദൈവത്തിന്റെ സ്തോത്രം. 1 മലകളുള്ള സ്ഥലമാണ്, 2 താഴ്വരകളുള്ള സ്ഥലമാണ്. ഇതിനകത്തോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഇവർ എവിടുന്നായി ഇറങ്ങി വന്നത്? ഇവരൊരു മറുരൂപ മലയിൽ നിന്നാണ് ഇവരിറങ്ങി വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതായത് ദൈവത്തിന്റെ തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം ഈ ഭൂമിയിൽ ജീവനോടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാരെ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള ഈ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആ ദൈവിക തേജസ്സിനകത്തുനിന്ന്, ദൈവിക ശബ്ദങ്ങൾക്ക് നടുവിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു സാധാരണ കാര്യങ്ങൾക്കകത്ത് ഒരു വിടുതൽ കൊടുക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇതാ വിഷയം. നമ്മളോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ നമ്മൾ അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ ദാസന്മാരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഭൂമിയിലുള്ള സാധാരണ കാര്യങ്ങളെ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുവാൻ പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തുമൊക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഒരു കാര്യം പറയട്ടെ. എപ്പോഴും ഉയർച്ചയുടെ മാത്രമല്ല, ചില സമയങ്ങളിൽ താഴ്ചയുടെയും കൂടെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ഇടയായിത്തീരും. എങ്ങനെയാണ് ഒരുവന്റെ ജീവിതത്തിനകത്ത് എന്താണ് അവിടുത്തെ വിഷയം? അത് 9-ാം അധ്യായം ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 9:18 കാണുന്നു. 9:18, 9-12. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കളിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. 17 വായിച്ചാട്ടെ മോനെ. അതിന് പുരുഷാരത്തിൽ ഒരുവൻ, ഗുരു
എന്റെ മകനെ ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവന്നു, അവനെ ഊമനായ ഒരാത്മാവ് ബാധിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, someone in the crowd answered him, teacher, I brought my son to you. He has a spirit that makes him unable to speak. മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കാൻ കഴിയത്തില്ലാതെ വണ്ണം അവനെ ബന്ധിച്ചിരിക്കുന്ന ഒരാത്മാവ്. സ്തോത്രം. കാര്യം നമ്മുടെ ജീവിതം എല്ലാം സ്പിരിച്വൽ ലൈഫാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ശിഷ്യന്മാരുടെ പ്രയാസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പിരിറ്റ്, ഹി ഹാസ് എ സ്പിരിറ്റ് ദാറ്റ് മേക്സ് ഹിം അൺഏബിൾ ടു സ്പീക്ക്. ഒരു വക പറയുവാൻ കഴിയത്തില്ലാത്ത നിലവാരത്തിൽ അവന്റെ വായെ ബന്ധിച്ചിരിക്കുന്ന ഒരാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പൻ ഇത്രയും വെളിപ്പാട് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മകന്റെ വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാത്മാവ് ബാധിച്ചതാന്നുള്ള വിവരം ആർക്കുണ്ടായി? ഈ അപ്പനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ മക്കളെ, ചിലത് സംസാരിപ്പാൻ കഴിയത്തില്ലാതെ വണ്ണം, ചിലതിലേക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലാതെ വണ്ണം ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിനെ എങ്ങനെ വിടുവിച്ചെടുക്കുവാൻ കഴിയും? യേശുവിലല്ലാതെ അതിനൊരു വിടുതലില്ല. എങ്ങനെയാ അതിനൊരു വിടുതൽ കിട്ടുന്നത്? യേശുവിലല്ലാതെ ഒരു വിടുതലില്ല. ദൈവത്തിന്റെ സ്തോത്രം. താഴോട്ട് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ പറയുന്നത് മലയാളത്തിൽ ഇങ്ങനെ, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കുഞ്ഞ്, ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, എന്റെ തലമുറകളെ തള്ളിയിടുന്ന, എന്റെ തലമുറകൾ വേണ്ടവണ്ണം പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ലാതെ വണ്ണം അവരെ തള്ളിയിടുന്ന, എന്റെ തലമുറകൾ എത്തപ്പെടാതെ വണ്ണം അതിനെ തടയുന്ന, അതിനെ തള്ളിയിടുന്ന ചില അന്ധകാരത്തിന്റെ മേഖലകളെ, ചില ബന്ധനങ്ങളെ ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിന് അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. തലമുറകളെ തള്ളിയിടുന്ന, തലമുറകൾ നന്മ അനുഭവിപ്പാൻ കഴിയത്തില്ലാതെ വണ്ണം അതിനെ തള്ളിയിടുന്ന ചില ആത്മാവിനെ ഈ പിതാവ് മനസ്സിലാക്കി, ആ പിതാവ് ഇതിനെ പുത്രൻ തമ്പുരാനാകുന്ന യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു ചോദിച്ചൊരു ഒറ്റ ചോദ്യവും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. 19ാമത്തെ വാക്യം, വേഴ്സ് 19. ദൈവത്തിന്റെ കുഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കി, എന്നെ ഈ അവിശ്വാസമുള്ള തലമുറയെന്ന് വിളിക്കാനുള്ള കാരണം, ഹല്ലേലൂയ, സകലത്തിന്മേലും അധികാരം ഈ ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സകലത്തിന്മേലും അധികാരം ഈ ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തിരുന്നതാ. എന്നാൽ ഈ അധികാരം ഉപയോഗിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അധികാരം എന്തോ ഇല്ല, വിനിയോഗിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാ അവർക്ക് ഈ അധികാരം വിനിയോഗിപ്പാൻ കഴിയാഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. അവസാനത്തോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ യേശു പറയുന്ന ഒരു പദം ഇതാ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മറ്റൊന്നിനാലും നീങ്ങിപ്പോകത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനകൾ കുറയുമ്പോൾ, നിന്റെ ജീവിതത്തിനകത്ത് ഉപവാസങ്ങൾ കുറയുമ്പോൾ, ദൈവത്തിന്റെ കുഞ്ഞെ, അല്ലെങ്കിൽ മനുഷ്യനോട് നിനക്ക് ജയിക്കാൻ പറ്റും, എന്നാൽ അന്ധകാരത്തോട് നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ തലമുറയെ തള്ളിവിടുന്ന, നിന്റെ തലമുറയെ മിണ്ടാതാക്കുന്ന ഈ അന്ധകാര മേഖലകളെ നീ ജയിക്കണമെങ്കിൽ, പിതാവേ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം, മാതാവേ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടണമോ, നീ തിരുസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. നിനക്ക് മനുഷ്യനോട് ജയിക്കാൻ പറ്റും, പക്ഷെ നീ കാണാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ സ്പിരിറ്റിനെ നിനക്ക് ജയിക്കണമോ, അത് പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ഇന്ന് പകല് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തലമുറയുടെ വിഷയമായിക്കോട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവൻ വിടുവിപ്പാൻ അവൻ ഇന്ന് പകലും ശക്തനാണ്. അവൻ വിടുവിക്കുന്നവനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതിനോട് ചേർന്ന് ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 19 ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 19. അവൾ അവനെ മടിയിൽ ഉയർത്തി ഒരാളെ വിളിപ്പിച്ച തലയിലെ 7 ജടയും കളയിച്ചു. അവൾ അവനെ അധീനപ്പെടുത്തി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ മതി മോനെ, 7 മാത്രം വായിച്ചാൽ മതി. എന്റെ ബുക്കിനകത്ത് ഇങ്ങനെയാ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
അവൾ അവനെ അധീനപ്പെടുത്തി എന്ന് പറയുമ്പോൾ she had him fell asleep with her lap. She called it for a man to shave off the 7 locks of his head, and she began to subdue him. എന്നാ പറയുന്നത്? അവൾ അവനെ ഒതുക്കി. Praise the Lord. Hallelujah. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ അവളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ലോകം നിന്നെ ഒതുക്കിയ മേഖലകൾ, ദൈവത്തിന്റെ സ്തോത്രമാലേ, നിന്റെ എതിർ സെക്സിപ്പെട്ടയാള് നിന്നെ ഒതുക്കിയ മേഖലകൾ ഇന്ന് പകല് ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കുക. കർത്താവേ, എന്നെ ഒതുക്കുന്നത് എന്താണെങ്കിലും ആത്മശക്തിയോടെ ഞാൻ നിലനിൽക്കുന്നതിന് വിരോധമായി, ആത്മാവിൽ ഞാൻ ബലപ്പെടുന്നതിന് വിരോധമായി നിന്നെ ഒതുക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഏൽപ്പിച്ചിട്ട് പറയണം, എന്നിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം, എന്നിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തി, ഇത് മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നതാ. ഇത് നശിക്കപ്പെട്ട് പോകാതെ ഇത് സൂക്ഷിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതെങ്കിൽ ലോകമാകട്ടെ, അതൊരു സ്ത്രീയാകട്ടെ, അതൊരു പണമാകട്ടെ, അതൊരു ചിന്താമണ്ഡലങ്ങളാകട്ടെ, നിന്നെ ഒതുക്കാതെ വേണം ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞെ, നിന്നെ ഒതുക്കുന്ന മേഖലകൾ എന്താണെന്നുള്ളത് നിനക്കറിയാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകൽ ആ ഒതുക്കപ്പെടുന്ന മേഖലകളെ തൃക്കരങ്ങളിലേക്കൊന്ന് കൊടുത്തെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, അവന്റെ 7 മുടി അവന് നശിച്ചു പോയി, അവന് നഷ്ടമായി പോയി. എന്നാൽ ഇന്ന് പകല് പറയാം, ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ നിലനിൽക്കുവാൻ കർത്താവെ, ഇത് പൊട്ടിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഏത് അന്ധകാരത്തിന്റെ മേഖലകളെങ്കിലും അതിനെ ജയിപ്പാൻ ഒരു കൃപ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാപിപ്പാൻ എന്നെ സഹായിക്കണം. പറയുന്ന ദൈവിക ആലോചന മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒതുക്കുന്നത് എന്താണെങ്കിലും ഹല്ലേലൂയ, അതിൽ നിന്നൊരു ജയം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകല് ബുദ്ധി ഉപദേശിക്കും. വീണ്ടും വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. ജോബ് ചാപ്റ്റർ 12 വേഴ്സ് 40, 12-14. യോബിന്റെ പുസ്തകം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ശത്രു ബന്ധിച്ചതായിരുന്നു ഈ പൈതലിനെ. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പം മുതൽ അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കിയതാ. എന്നാൽ ശത്രു ബന്ധിച്ചതായതുകൊണ്ട് എന്റെ യേശുവിന്റെ നാമത്തിൽ അവന് വിടുതൽ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ഒരു മനുഷ്യനെ ബന്ധിച്ചാൽ എന്തോ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. വചനത്തിനകത്ത് ഏലി പുരോഹിതൻ പറയുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ, മനുഷ്യന്റെ കൈ നമുക്ക് വിരോധമായാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയും, അപേക്ഷിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൈ വിരോധമായാൽ നമ്മളെ ആരും വിടുവിപ്പാൻ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ മറുവശത്ത് വചനം പറയുന്നു, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികളെ വിടുവിപ്പാൻ ദൈവമുണ്ട് നമ്മുടെ കൂടെ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികളോ ലംഘനങ്ങളെ ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുക, ദൈവത്തോട് കരുണയാചിക്കുക, ദൈവം വിടുവിക്കും. വേറൊരു സൊല്യൂഷൻ ബൈബിളിൽ ഇല്ല, വേറെ സൊല്യൂഷൻ ഇല്ല. ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യും. അപ്പൊ ഇവിടെ യോബ് പറയുന്ന കാര്യം ഇതാ, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. ഇനി യോബിനെ കുറിച്ച് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1:1. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. 3 ക്വാളിറ്റിയാണ് യോബിനെ കുറിച്ച് പറയുന്നത്. 1 നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, 3 ദൈവഭക്തൻ, 4 ദോഷം വിട്ടകലുന്നവൻ. ഈ 4 ഗുണങ്ങൾ ആർക്കുണ്ട്? യോബിനുണ്ട്. ഇനി യോബ് ചെയ്യുന്നത്, തലമുറയെ കുറിച്ച് ഒരു ഭാരം ഉണ്ടായിരുന്ന മനുഷ്യന്. അതിന്റെ 5-ാമത്തെ വാക്യം, 1:1. ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ആമേൻ. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും. അടുത്തൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ 4 ക്വാളിറ്റി ദൈവം അവിടെ പറഞ്ഞു. 5-ാമത്തെ ക്വാളിറ്റി, ഇങ്ങനെ എല്ലായ്പ്പോഴും ചെയ്യും. എങ്ങനെ ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഹോമയാഗം കഴിക്കും, അല്ലെങ്കിൽ യാഗം കഴിക്കും. ആർക്ക് വേണ്ടി യാഗം കഴിക്കും? തലമുറകൾക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ശത്രു അവിടെ പറയുന്ന കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുഷ്ടനായവൻ യോബിനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താ?
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന് ഒരുപാട് സ്വത്തുവകകളൊക്കെ ഉണ്ട്. നീ അവനെ ഒന്ന് തൊട്ടു നോക്ക്, അവനെ തിരിച്ചു പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അതിന്റെ 12ാമത്തെ വാക്യത്തിനകത്ത് വേഴ്സ് ചാപ്റ്റർ 1:12 ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അവനുള്ള സകല വസ്തുവകകളും സമ്പത്തിന്മേലും എല്ലാം ശത്രുവിന്റെ കരമിറങ്ങി അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ ശത്രു വന്നിട്ട് വീണ്ടും പറയുന്ന കാര്യം ഇതാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അവിടെയൊക്കെ ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു വാക്കുപോലും താൻ എന്തോ ചെയ്യുന്നില്ല, താൻ പിറുപിറുത്തില്ല. ഉടനെ ശത്രു അടുത്ത സ്ട്രാറ്റജി കൊണ്ടുപോയി. നീ അവന്റെ ശരീരത്തെ ഒന്ന് തൊട്ടു നോക്കി, അവനൊരു രോഗം വിട്ടു നോക്കി. ദൈവത്തിന് സ്തോത്രം. അവൻ പിറുപിറുക്കോ ഇല്ലയോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ലേ പറയുന്നത് 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം 2:4. സാത്താന്റെ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ള സകലവും തന്റെ ജീവന് പകരം നൽകും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന്റെ അസുഖം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ പിറുപിറുക്കുവാണോ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. അതല്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇതല്ല, ഇതെന്റെ ദൈവം നന്മയ്ക്കായി എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുമോ? ദൈവത്തിന് സ്തോത്രം. ശരീരത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ മറ്റുള്ളവനെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഇതെല്ലാം നമ്മുടെ ഫലങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ ഒരു കാര്യം മനസ്സിലായി. സ്വത്ത് പോയ ഇയ്യോബിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്വത്ത് മടക്കി തരുവാൻ ദൈവശക്തനാ. അപ്പൊ സാത്താൻ പറഞ്ഞു അവന്റെ ശരീരത്തെ ഒന്ന് തൊടാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെയും ഇയ്യോബ് എന്തോ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിറുപിറുത്തില്ല. ഏറ്റവും വലിയ ക്വാളിറ്റി അയ്യോബിന്റെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത്, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് വരുമ്പോൾ ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ഒരു ഇയ്യോബിന്റെ 3-4 ഫ്രണ്ട്സ് ഇയ്യോബിന്റെ അടുത്തോട്ട് വന്നു. അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു വിടുക. ഒരു ഇയ്യോബിന്റെ ഫ്രണ്ട്സ് അവിടെ വരിക. 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ അടുത്തോട്ട് വന്നു. ഇവർ 7 ദിവസം ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇയ്യോബിന്റെ കൂടെ ഇവർ 7 ദിവസം രാത്രിയിലും പകലും ഇരുന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിനുശേഷം ഇയ്യോബ് വായ തുറന്നതിന് ജന്മദിവസത്തെ ശപിച്ചു. ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ച്. ചിലരുടെ പ്രസൻസ് ഇതാ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? അതായത് രോഗം വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാതെ പിറുപിറുക്കാത്ത ഇയ്യോബ്. ദൈവത്തിന് സ്തോത്രം. ഉണ്ടായിരുന്നത് ചെറിയ കേസൊന്നുമല്ല, 50 രൂപ പോകുന്ന കേസൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് പോയി, തലമുറകൾ പോയി, ഭാര്യ ഒരു വശത്ത് നിന്ന് അതും ഇതുമൊക്കെ പറയുന്നു. മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു 3 പേര് വന്ന് 7 ദിവസം ഒരു അക്ഷരവും മിണ്ടിയില്ല, അവിടെ ഇരുന്നതേ ഉള്ളൂ. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ശാപവാക്കുകൊണ്ട് അയ്യോബ് തന്റെ വാ തുറക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വായിച്ചപ്പം ഞാൻ ഈ ധ്യാനിച്ചത് ഈ പുസ്തകമാണ്. അപ്പം അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നും മിണ്ടിയില്ല, പിന്നെ ശാപവാക്ക് എന്ന് പറഞ്ഞാൽ ചില പ്രസൻസ് ഉണ്ടല്ലോ ഇതിലോട്ട് കൊണ്ടുപോകും. എന്നാൽ മറുവശത്തൊന്ന് ആലോചിച്ച് നോക്കി. ശൗല് കഴുത അന്വേഷിച്ച് പോയവനാ. അവൻ പ്രവാചകന്മാരുടെ കൂടെ ചേർന്നു, അവനും പ്രവചിച്ചു. കിട്ടുന്നുണ്ടോ? നിന്നെ ചില ആൾക്കാർ നിന്റെ പ്രസൻസിൽ നിനക്കറിയാം നിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. ഒന്നും പറയണ്ട. നിനക്കൊരു പ്രവചനത്തിന്റെ ആത്മാവിനെ നിനക്ക് ലഭിച്ചത് എവിടെ നിന്നാ? ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ അതായത് ശാപത്തിന്റെ വാക്കുകളെ ഉരിയുന്ന ഫ്രണ്ട്സ് ആണോ, ഉരുവിടുന്ന ഫ്രണ്ട്സ് ആണോ നിന്റെ കൂടെയുള്ളത്? അതോ ദൈവത്തിന്റെ സ്തോത്രം പ്രവചനാത്മാവിൽ പ്രവചിക്കത്തക്ക നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ടാണോ നിനക്ക് ബന്ധമുള്ളത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ താഴോട്ടൊക്കെ വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വരുമ്പോ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ വേണം. യോബ് പിന്നെ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ശാപവും ആ രാത്രി നശിച്ചു പോട്ടെന്നും എല്ലാം കൂടി ഇടിഞ്ഞു പൊളി. പിന്നെ പുള്ളി ശാപത്തിന്റെ ഒരു ഇതായിട്ട് പുള്ളിക്കാരൻ മാറുക. പക്ഷെ നാളുകളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഉത്തരം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാടെന്നല്ല, എനിക്ക് കിട്ടിയ ഒരു മറുപടി, അതാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാതെ ദൈവം ഒരാളെ പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നല്ലൊരു അപ്പന, എന്റെ കൊച്ചു ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഈ കൊച്ചിന്റെ കാലിന്റെ അടിയിലോട്ട് എന്റെ കാല് വെച്ച് കൊടുത്ത് ഞാൻ വീഴിച്ചിടുവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇടത്തില്ല. നല്ലൊരു അപ്പനാണ് ഇടത്തില്ല. അല്ലെങ്കിൽ അപ്പൻ എന്തെങ്കിലും വിവരക്കേടോ ബുദ്ധിമോശമോ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഇയ്യോബ്, മക്കൾക്ക് വേണ്ടി എന്ന് യാഗം കഴിക്കുന്ന ഇയ്യോബ്, ദോഷം വിട്ടകലാത്തവൻ, ഇവനോട് തമ്പുരാൻ പറയാ, നീ ഒരു കാര്യം ചെയ്തു, സാത്താനെ നീ പോയി ഇയ്യോബിനെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞോളാൻ പറയുക. സ്തോത്രം. ഇനി ഇയ്യോബിന്റെ ഒരുപാട് ക്വാളിറ്റികളാ. ഒന്ന്, ദോഷം വിട്ടകലുന്നതിനൊക്കെയാ. ഇനി 31-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ചാപ്റ്റർ 31 വേഴ്സ് 16 to 21.
ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ. ഇവിടെ ഇയ്യോബ് വീണ്ടും പറയാണ്, അതായത് ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കില്ല. അതായത് ഒരു ആവശ്യമായിട്ട് ഒരുത്തം വന്നാൽ ഇവൻ എന്നെ കൈ അയച്ച് സഹായിക്കും. 2, വിധവയുടെ കണ്ണിനെ ഞാൻ ക്ഷീണിപ്പിച്ചു. അതായത് ഭർത്താവില്ലാത്ത ഒരുവൾ എന്തെങ്കിലും ആവശ്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കും. അനാഥന് കൊടുക്കാതെ ഞാൻ തനിയെ എന്റെ ആഹാരം കഴിച്ചില്ല. അതായത് ഒരു ഭക്ഷണത്തിന് വകയില്ലാത്തവൻ വീട്ടിൽ വരുവാണെങ്കിൽ ഇവൻ എന്തോ ചെയ്യും? അവന് ഫുഡ് കൊടുക്കും. ഇവിടെ ഒന്ന് ആലോചിച്ചു, ഒരു അനാഥനാണോ അവനെ എടുത്ത് തന്നെ വീട്ടിൽ കൊണ്ട് വളർത്തുകയാണ്. അതായത് ഒരുത്തൻ ജനിച്ചു കഴിഞ്ഞാൽ അവനെ പരിപാലിക്കും. അവിടെ അവന് വസ്ത്രം മേടിച്ചു കൊടുക്കും. അതായത് അവൻ തണുപ്പത്താണ് നിൽക്കുന്നെങ്കിൽ അവന് പുതപ്പ് മേടിച്ചു കൊടുക്കും. അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ മക്കളെ ബ്ലാങ്കറ്റ് ഒന്നുമില്ല, പകരം ആടിന്റെ തോല് കൊണ്ടാണ് പുതപ്പുണ്ടാക്കുന്നത്. അതായത് ഇയ്യോബിന്റെ വീട്ടിലുള്ള ആടുകളുടെ തോലൊക്കെ എന്നാ ചെയ്യുക? ഈ പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുക. അതായത് ഒരുവനെങ്കിലും, അതായത് ബലമില്ലാത്ത ഒരുവൻ, അനാഥനാകുന്ന ഒരുവൻ, ദൈവത്തിന്റെ സ്തോത്രം, ഇയ്യോബിന്റെ അടുത്ത് വന്നാൽ ഇയ്യോബ് എന്തോ ചെയ്യും? അവനെ സഹായിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതായത് ഇത്രയും ക്വാളിറ്റികൾ 31-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെയുള്ള ക്വാളിറ്റികൾ കോളർ പൊക്കി വെച്ച് ഇയ്യോബിന് പറയുവാനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, ദൈവത്തിന് സ്തോത്രം, എന്റെ തലമുറയോടുള്ള ബന്ധത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ എനിക്ക് പറയുവാൻ ക്വാളിറ്റിയോ അല്ലെങ്കിൽ പ്രാപ്തിയുണ്ട്. എന്നാ? ഞാൻ എന്റെ തലമുറ പാപം ചെയ്ത് തിരിച്ചു പോകാതിരിക്കാൻ ഞാൻ എല്ലാ പ്രാവശ്യവും ദൈവത്തിന് സ്തോത്രം ഞാൻ എന്തോ യാഗം കഴിക്കും. അത് ഞാൻ നിരന്തരമായി കഴിച്ചവൻ. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അതിന്റെ 42-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകുട്ടിനെയും ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുകയും എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് മനസ്സിലായി കണ്ട ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിനകത്ത് പുള്ളി പിള്ളേർക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അവിടെ പറയുന്ന ഒരു കാര്യം ഇതാ, ഇയ്യോബിനോട് പറയുന്ന ഒരു കാര്യം ഇതാ, ഇയ്യോബേ, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിടുത്തം കിട്ടുന്നുണ്ടോ? തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, വിശേഷാൽ നിങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ശത്രു അവകാശം പറഞ്ഞ ഒരൊറ്റ മേഖല ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇതായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ. അല്ലേ? ഞാനും എൻ്റെ പിള്ളേർക്കും വേണ്ടി ഹോമയാഗം കഴിച്ച്, ഞാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഹോമയാഗം കഴിച്ച്, ഞാൻ എല്ലാവർക്കും നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴും ദൈവത്തിന്റെ കുഞ്ഞെ, നീ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കടപ്പെട്ടവനാ. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ദൈവാത്മാവ് അവിടെ എടുത്തു പറയുന്ന കാര്യമുണ്ട്. അതാണ് ജിജോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന്റെ സ്തോത്രം, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യിപ്പിച്ചത്? ദൈവത്തിന്റെ മക്കളെ, സഹോദരന്മാർക്കെല്ലാം പണസംബന്ധമായ കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. എന്നാൽ സഹോദരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി, സഹോദരന്മാരുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ അവന് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ദൈവം അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവന്റെ വസ്തുവകൾ ദൈവം അവന് തിരിച്ചു കൊടുത്തു, അവന്റെ ആരോഗ്യം ദൈവം അവന് തിരിച്ചു കൊടുത്തു. അല്ല, അവന്റെ തലമുറകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് അവൻ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിപ്പം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ചിലരെ ബന്ധിച്ചിടുന്നത്, ഹല്ലേലൂയ, അവർക്ക് അറിയത്തില്ലാത്ത രീതിയിൽ അവരെ ശത്രു ബന്ധിച്ചിടുമ്പോൾ ആ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ നീ മധ്യസ്ഥത അണക്കട്ടെ. അവിടെ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാം, അല്ല, സർവശക്തൻ ഒരുവനെ ബന്ധിച്ചാൽ അവനെ അഴിച്ചു വിടുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു മോശ ഇടിവിൽ നിന്നപ്പോൾ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടെങ്കിൽ, ഒരു അബ്രഹാം ഇടിവിൽ നിന്നപ്പോൾ ഒരു ലോത്ത് വിടുവിക്കപ്പെട്ടെങ്കിൽ, നിന്നിലൂടെ വിടുവിക്കപ്പെട്ടവർ ചിലർ ഉണ്ടായിരിക്കാം. അത് നീ മറന്നു പോകരുത്. രാജ്യത്തിന്റെ വിടുതല്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വിടുതല്, നിന്റെ ദേശത്തിന്റെ വിടുതല്, നിന്റെ അപ്പുറമുള്ള അയലോക്കംകാരന്റെ വിടുതല് തമ്പുരാൻ നിന്റെ കയ്യിലായിരിക്കും തന്നിരിക്കുന്നത്. നീ നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും വേണ്ടി എന്ന് യാഗം കഴിച്ച് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കത്തക്ക നിലവാരത്തിൽ ആലയിൽ നീ പൈസയും കൊടുത്തുകൊണ്ടിരുന്നാൽ കാര്യം നടക്കത്തില്ല. നീ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കണം.
ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നത് എന്നതാ? ഹല്ലേലൂയ. അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വിഷയങ്ങൾക്കകത്ത് വിടുതലുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തോടൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ എന്താ വായിച്ചത്? ദൈവത്തിന് സ്തോത്രം. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. എന്നാൽ ഇന്ന് പകല് ദൈവം എന്നെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് വന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, എന്റെ തമ്പുരാൻ എന്നെ പണിതെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ. നിന്റെ പ്രാർത്ഥനാ സമയങ്ങൾ എത്ര സമയം നീ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട്? ഹല്ലേലൂയ. നീ യാഗം കഴിക്കുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാ? ദൈവത്തിന് സ്തോത്രം, നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒറ്റ കാര്യോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിനെ എന്തുകൊണ്ടാണ് ദൈവം പരീക്ഷിക്കുകയും കൂടെ ചെയ്തത്? എനിക്ക് ലഭിച്ച എന്റെ ഉള്ളിൽ കിട്ടിയ ഒരു ബോധ്യമായി ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. 23-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലൂടെ ഒന്ന് വന്നാട്ടെ. വേഴ്സ് 23, വേഴ്സ് 60. വേഴ്സ് 23. മതി മോനെ, 16 മാത്രം വായിച്ചാൽ ഇങ്ങനെ കാണുന്നു. For God has made my heart weak. The Almighty has terrified me. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഫെയിന്റ് എന്നാണ് കാണുന്നത്. ഫെയിന്റ് എന്ന് പറയുന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്ന ചില ഉറപ്പുകളുണ്ട്, അവനുണ്ടായിരുന്ന ചില ആശ്രയങ്ങളുണ്ട്. അത് അവന്റെ ജോലിയായിരിക്കാം, അവന്റെ ആരോഗ്യമായിരിക്കാം, ഇതൊക്കെ അവന്റെ ആശ്രയങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, സർവശക്തനാകുന്ന ദൈവം അവനൊരു അധൈര്യം വരുത്തി, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തെ ദൈവം ക്ഷീണിപ്പിച്ച്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ശപിക്കപ്പെട്ട നാവ്, അല്ലെങ്കിൽ ഇതൊക്കെ ശപിക്കപ്പെട്ട എന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബ് പറയുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ഒരു കാര്യം ദൈവത്തിന് മനസ്സിലായി, ഇവന്റെ സ്വശക്തിയാൽ ഒന്ന് നിൽക്കുക. ആടുകൾ ഇഷ്ടം പോലെ കൂട്ടിനകത്തുണ്ട്, ഒരു യാഗം കഴിക്കുന്നതിന് എന്നാ മുടക്ക്? ദൈവത്തിന് സ്തോത്രം. സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയും ഇല്ല, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്നതിന് എന്താ മുടക്ക്? ആരോഗ്യപരമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഈ കൊടുക്കുന്നതിന് എന്താ മുടക്ക്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവന്റെ ഹൃദയത്തെ ദൈവം ക്ഷീണിപ്പിച്ചത് മറ്റുള്ളവരുടെ വേദന അവന് മനസ്സിലാക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അതേ അളവിൽ പ്രാർത്ഥിപ്പാനെന്ന് ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞെ, ഹല്ലേലൂയ, വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരുവനെ ബന്ധിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ആർക്കും അഴിച്ചുവിടുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുവനെ ദൈവത്തിന് സ്തോത്രം ബന്ധിച്ചാൽ ആർക്കും അഴിച്ചുവിടുവാൻ കഴിയത്തില്ല. ദൈവം ഒരുത്തനെ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. ഇടിഞ്ഞു കിടക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്നൊന്ന് പകല് പ്രാർത്ഥിക്കാൻ, ചില ബന്ധനങ്ങളിൽ കിടക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ സമയങ്ങളെ ഒന്ന് വേർതിരിക്കാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അത് നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം. ഞാനും എന്റെ കുടുംബവും, അത് എന്റെ സുരക്ഷ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ, ഈ സ്വാർത്ഥതയിൽ നിന്നൊന്ന് വെളിയിലോട്ട് വരാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യോബിന്റെ ജീവിതത്തിനകത്ത് നേരുള്ളവനാ, നിഷ്കളങ്കനാ, ദോഷം വിട്ടകലുന്നവനാ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിൽ മാത്രം നടക്കുന്നവനാ. തമ്പുരാൻ പറഞ്ഞു, യോബേ, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാൽ, ഈ നാളുകളിൽ കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ജീവിതത്തിനകത്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, എന്റെ ഹൃദയം എന്തെങ്കിലും ബലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകരം സമ്പൂർണമായി ദൈവമേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കർത്താവേ, എന്റെ ഹൃദയം, എന്റെ അകത്തളങ്ങളെ ഒന്ന് പണിയുവാനാ. ഈ നാളുകളിൽ ഞാൻ കടന്നു പോകുന്ന കുത്തുവാക്കുകൾ, ദൈവത്തിന് സ്തോത്രം, എന്നെ ഒന്ന് പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കടമ എന്റെ മേൽ കിടക്കുമ്പോൾ, ഞാൻ എന്റെ തലമുറകൾക്ക് വേണ്ടി യാഗം കഴിച്ച് എന്റെ സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കി നിന്ന് എന്റെ പണം ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്തെടുത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവമേ, ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുന്നു. കർത്താവേ, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ സഹായിക്കട്ടെ. ഇന്ന് പകൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കേട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ബിന്നി ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. നിത്യനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഒരിക്കൽ കൂടെ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവേ,
ഇത്രത്തോളം സമയം കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ പ്രത്യേകാൽ ഇന്ന് ഹല്ലേലൂയ കർത്താവെ പകലെ കർത്താവെ ദൈവവചനത്തിന് ശ്രവിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. അങ്ങയുടെ ദാസനെ ഇന്ന് പകൽക്കാലവും കർത്താവെ അങ്ങ് ശക്തിയോടെ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആത്മീക മന്ന കർത്താവ് തന്നത് ഓർത്ത് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ് പിതാവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യോബിന്റെ ജീവിതത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. കൂടാതെ കർത്താവെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം കേട്ടു കർത്താവെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലാണ് കർത്താവ് പകർന്നിരിക്കുന്നത്. ശിംശോന്റെ ജീവിതത്തിൽ കർത്താവെ സംഭവിച്ച വാഴ്ചകളെ ഞങ്ങൾ കേൾക്കുവാൻ ഇടയായപ്പാ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ കർത്താവെ. എപ്പോഴും കർത്താവെ അങ്ങ് തന്ന ദാനത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളെ ദൈവമേ അങ്ങ് ഞങ്ങളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയെ തകർത്തു കളയുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ജ്ഞാനം കർത്താവ് പകരുമാറാകണമേ എന്റെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. വീണ്ടും കർത്താവെ കൃപമേൽ കൃപ ഞങ്ങളിൽ പകരണം. ശക്തിക്ക് മീതെ ശക്തി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള അഭിഷേകം, ആത്മശക്തി, ആത്മാവിന്റെ ഒരു അത്യന്ത ബലം പിന്നെയും ഞങ്ങളുടെ മേൽ പകരണമേ. അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളിൽ ഓരോരുത്തരിലും ഉള്ള കൃപകൾ കർത്താവ് ദിവസങ്ങളിൽ ജ്വലിക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൈവപ്പിനാൽ നിന്നുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവമേ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ കൃപകളെ ജ്വലിപ്പിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടാതെ കർത്താവെ ഹല്ലേലൂയ കർത്താവ് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തതുപോലെ ദൈവമേ ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നശിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവെ മധ്യസ്ഥത ചെയ്യുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ സ്വാർത്ഥതകളും ഞങ്ങളുടെ കുടുംബവും എന്ന പരിധിക്ക് അപ്പുറത്തേക്ക് ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാറുവാൻ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവെ ഓരോ ദിവസവും ഞങ്ങളുടെ കർത്താവ് ചിന്ത ഞങ്ങളിൽ നിന്ന് മാറി കർത്താവെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഞങ്ങളെക്കാൾ അധികം പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി ജാഗരിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവ് ഉപയോഗിച്ചുവല്ലോ, ശക്തീകരിച്ചുവല്ലോ. ദൈവകൃപയ്ക്കായി സ്തോത്രം. പിന്നെയും കർത്താവെ അങ്ങ് ശക്തിയോടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. ഇന്ന് പകൽക്കാലം കർത്താവെ കർത്താവ് ഈ മീറ്റിംഗിന് കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവ് ഞങ്ങളെ ഒന്നിച്ച് സഹായിക്കണം. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അല്ല ദൈവത്തിന്റെ പ്രവൃത്തിയോടൊന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിനെ. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ. ദൈവപ്രവൃത്തി എല്ലാ മേഖലകളിലും വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. പുത്രനാഥ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ദിനംതോറും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മേലും നടക്കുന്ന എല്ലാ ആത്മീയ കൂട്ടായ്മയ്ക്ക് മേലും ഭൂലോകമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും യേശുവിന്റെ മേഘവര് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവാകുന്ന യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ മടങ്ങിപ്പോകാം. ദൈവിക സമാധാനം നിങ്ങളെ പിന്തുടരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord.